अच्छा, आशीषित सुबह का समय के लिए मैं सर्वशक्तिमान परमेश्वर को धन्यवाद कहना चाहता हूँ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. अब तमाम परमेश्वर के बच्चों को प्रभु आशीषित करेगा. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. बहुत प्रार्थना का साथ में हम परमेश्वर का उपस्थिति में रहेगा. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. पिछले हफ्ते का हर दिन प्रभु ने हमें संभाला, सुरक्षित रखा. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിവസവും കർത്താവ് നമ്മെ സൂക്ഷിച്ചു വെച്ചു, പരിപാലിച്ചു വെച്ചു. पुतलियों जैसे കണ്ണിന്റെ കൃഷ്ണമണി പോലെ. परमेश्वर का वचन में ऐसे लिखा है मेरा प्यारा. ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, प्रभु ने हमें उनका आंखों का पुतलियों समान उन्होंने रखा है. അവൻ തന്നെ കണ്ണിന്റെ കൺമണി പോലെ നമ്മെ കാത്തു പരിപാലിച്ചു. ये दिखाते हम परमेश्वर का नजरों में कितना मूल्यवान है. ആമേൻ. ഇത് കാണിക്കുന്നത് നാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എത്ര വിലയേറിയതാകുന്നു. पिछले एक मॉर्निंग डू में मैंने उस आयत को पढ़ा था, आयशिया 43 का आयत 4 मैंने पढ़ा था. ഞാൻ കഴിഞ്ഞ മോർണിംഗ് ജൂയിൽ യെശയ്യാ 43 നിന്ന് വായിക്കാനിടയായി. हालेलुया. उस आयत में क्या लिखा है? അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? तू मेरा दृष्टि में अनमोल है लिखा है. നീ എനിക്ക് വിലയേറിയവനാകുന്നു, प्रतिष्ठित ठहरा है. മാന്യനാകുന്നു. परमेश्वर का बच्चा हम सभी लोग प्रभु के लिए बहुत प्रेशियस है. നമ്മൾ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ വിലയേറിയവരാകുന്നു. हर व्यक्ति प्रेशियस है. ഓരോ വ്യക്തികളും വിലയേറിയവരാകുന്നു. धन्यवाद यीशु. യേശുവേ, താങ്ക് യു ജീസസ്. आपके हाथ में कोई बहुत बहुमूल्य वस्तु है, आप समझ लीजिए. നിങ്ങളുടെ പക്കൽ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വിലപ്പെട്ട സാധനം ഉണ്ട് എന്ന് കരുതിക്കൊള്ളുക. ऐसा सोच लीजिए, एक प्रेशियस स्टोन, एक बहुमूल्य पत्थर आपके पास है. ഒരു വില കൊടുപ്പുള്ള കല്ല് നിങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ചിന്തിച്ചു കൊള്ളുക. आप कितना उसको सुरक्षित रखने के लिए, संभालने के लिए कोशिश करें. എന്നാൽ നിങ്ങൾ അതിനെ എത്രമാത്രം സൂക്ഷിച്ചു വെക്കുവാൻ ആ ഒരു എഫേർട്ട് എടുക്കും, അല്ലെങ്കിൽ എത്രമാത്രം അതിനെ സൂക്ഷിച്ചു വെക്കും. एकदम सेफ जगह में उसको रखेगा. ഏറ്റവും സേഫസ്റ്റ് സ്ഥലത്ത് നിങ്ങൾ അതിനെ കൊണ്ടുവെക്കും. कोई चोर आके चोरी करके लेके जाएगा, वैसे कोई जगह उसको रखेगा. ഒരു കള്ളൻ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ അതിനെ വെക്കത്തില്ല. You will keep it in the safest place. നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്തെ അതിനെ വെക്കത്തുള്ളൂ. If अगर उस जो पत्थर उतना मूल्यवान होते तो ആ കല്ലിന് അത്രയ്ക്ക് ഒരു വില ഉണ്ട് എങ്കിൽ उसका सिक्योरिटी बहुत बढ़ाएगा. അതിന്റെ സെക്യൂരിറ്റി അത്രയും വർദ്ധിപ്പിക്കും. हालेलुया. ഹല്ലേലൂയ. कुछ ऐसे स्टोन होते हैं ചില ഇങ്ങനത്തെ കല്ലുകളുണ്ട്, दुनिया में सबसे कीमती वाला प्रेशियस स्टोन होते हैं. ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ട കല്ലുകളുണ്ട്, മുത്തുകളുണ്ട്. उसको कैसे रखा है? അതിനെങ്ങനെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? बहुत हाई सिक्योरिटी दिया है. നല്ല ഹൈ സെക്യൂരിറ്റിയിലാണ് വെച്ചിരിക്കുന്നത്. हर टेक्नोलॉजी उपयोग करेगा उसको सिक्योर करने के. എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് അതിനെ സൂക്ഷിക്കും. ऐसे कमरे में रखेगा, कोई चोर तोड़ नहीं सकते वैसे कमरे में. ഒരിക്കലും ഒരു കള്ളന് വന്ന് പൊട്ടിക്കാൻ പറ്റാത്ത വിധമായ റൂമിലെ വെക്കത്തുള്ളൂ. ऐसे कैमरा फिट करेगा, ക്യാമറാസ് അതിന് ഫിറ്റ് ചെയ്യും. ऐसे टेक्नोलॉजी उपयोग करेगा, അങ്ങനെ ടെക്നോളജീസ് അതിനു വേണ്ടി യൂസ് ചെയ്യും. क्योंकि वो बहुत प्रेशियस है. കാരണം ആ കല്ല് അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. परमेश्वर का बच्चा, हम सभी लोग उससे अधिक प्रेशियस है. ദൈവമക്കളെ, നാം ഓരോരുത്തരും അതിനേക്കാളും വില ഉള്ളവരാണ്. परमेश्वर का वचन में लिखा है, ആമേൻ. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, दुनिया में सारे धन दौलत से, ഈ ലോകത്തിലെ എല്ലാ सारे दुनिया സമ്പത്തിൽ का धरती നിന്നും में जितना मूल्यवान चीज है, उनका सबका मूल्य से अधिक है एक व्यक्ति, एक आत्मा का मूल्य है. ഈ ലോകത്തിലുള്ള സകല സമ്പത്തിനേക്കാളും വിലയേറിയതാണ് ഒരു വ്യക്തിയുടെ ആത്മാവ്. दुनिया में जो प्रेशियस स्टोन्स, उसका भाव बढ़ते रहते होगा. ലോകത്തിലെ വിലയേറിയ കല്ലുകളുടെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. हालेलुया. गोल्ड, उसका भाव हमेशा भी बढ़ रहे. സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. एक बात मैं आपको बोलना चाहता हूँ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ जितना भी പറയുന്നു, प्रेशियस स्टोन्स का भाव बढ़ने दीजिए, എത്ര അതിന് റേറ്റ് കൂടിക്കൊണ്ടിരുന്നാലും आपको प्रभु ने दिया हुआ मूल्य को कभी पार करेगा नहीं. നിങ്ങൾക്ക് തന്ന വിലയുടെ അതിനേക്കാളും കൂടുതൽ അത് ഒരിക്കലും ക്രോസ് ചെയ്യത്തില്ല. Still you are precious. എന്നാലും നിങ്ങൾ വിലപ്പെട്ടവരാണ്. हालेलुया. ഹല്ലേലൂയ. ये समझ अपना दिल के अंदर होना ഈ അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. चाहिए. If you are that much precious, നിങ്ങൾ അത്രയ്ക്ക് വിലപ്പെട്ടവരാണെങ്കിൽ परमेश्वर आपको
बहुत हाई सिक्योरिटी दिया है। ദൈവം നിങ്ങൾക്ക് ഹൈ സെക്യൂരിറ്റിയും നൽകിയിരിക്കുന്നു. आपका ആമേൻ, आत्मा को ഹല്ലേലൂയ. बहुत बड़ा सिक्योरिटी दिया है। നിങ്ങളുടെ ആത്മാവിനെ വളരെ സെക്യൂരിറ്റി നൽകിയിരിക്കുന്നു. अगर इस प्रेशियस स्टोन ഈ പ്രഷ്യസ് ആയ സ്റ്റോൺ कोई जगह में अपना लापरवाही का कारण से गुम गया, നമ്മുടെ ഒരു കെയർലെസ്നെസ് കാരണം അത് കളഞ്ഞു പോയെങ്കിൽ, അത് ലോസ് ആയി പോയെങ്കിൽ, हमें रखना चाहिए था, अच्छा रीति में रखना चाहिए था, നമുക്ക് തോന്നും ചിലപ്പോൾ നല്ല രീതിയിൽ हमें വെക്കാമായിരുന്നു, उसको लॉकर रूम में रखना चाहिए था। നമുക്ക് ലോക്കർ റൂമിൽ വെക്കണമായിരുന്നു. लेकिन कभी कभी हम थोड़ा बहुत इररेस्पॉन्सिबल होते हैं। നാം ചിലപ്പോഴൊക്കെ ഇറസ്പോൺസിബിൾ ആയി തീരും. हम कभी कभी अपना स्पिरिचुअल लाइफ को जो केयर देना है वो केयर देता नहीं। നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ കൊടുക്കേണ്ട വണ്ണം കെയർ നമ്മൾ കൊടുക്കാറില്ല. उसका मूल्य क्या है समझकर हम उसको सिक्योरिटी देता नहीं। അതിന്റെ വില എന്താന്ന് മനസ്സിലാക്കി അതിന് സെക്യൂരിറ്റി ചെയ്യാറില്ല. तो ऐसे कुछ प्रेशियस ब्लेसिंग आपका जीवन से नष्ट हो गया, അപ്പോൾ നിങ്ങൾ ചില പ്രഷ്യസ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നഷ്ടപ്പെട്ടു പോയാൽ आप उसको रिकवर करने के लिए कोशिश करेगा ना। നിങ്ങൾ അതിനെ റിക്കവർ ചെയ്യുവാൻ നിങ്ങൾ ട്രൈ ചെയ്യും. जब रिकवर करेगा, നിങ്ങൾ റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ कितना भी कचड़ा में गिरा होगा, എത്ര വേസ്റ്റിൽ വീണതാണെങ്കിലും उसका मूल्य कम होगा नहीं। അതിന്റെ വില കുറഞ്ഞു പോകുകയില്ല. अभी ये समझ लीजिए गटर में गिर गया, समझ लीजिए നിങ്ങൾ ഓർത്തുകൊള്ളുക, അതൊരു ഗട്ടറിലാണ് വീണതെങ്കിലും आपका जो डायमंड लगाया अंगूठी गटर में गिर गया। നിങ്ങളുടെ ആ ഡയമണ്ട് ഉള്ള റിങ് ഗട്ടറിലാണ് വീണതെങ്കിലും आप बोलेगा पास्टर जी हम तो गहना पहनने वाले लोग नहीं है। നിങ്ങൾ പറയും ഞങ്ങൾ സ്വർണ്ണം ഉപയോഗിക്കുന്നവരല്ല. ये तो उदाहरण है। ഒരു എക്സാമ്പിൾ ആണ്. यीशु मसीह ने उड़ाऊ पुत्र का बारे में बताया ना, उनका पापा ने उसको अंगूठी दिया। യേശു കർത്താവ് പ്രോജുഗൽ സന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, പിതാവ് തന്റെ മകന് ഒരു റിംഗ് കൊടുത്തു. इसका मतलब ये नहीं है यीशु मसीह गहने को प्रमोट कर रहा था। അതിന്റെ അർത്ഥം യേശു കർത്താവ് സ്വർണത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന അർത്ഥമല്ല. यीशु मसीह चारों तरफ देखा तो लोग जो करते वो एक उदाहरण का रूप में बताया। യേശു കർത്താവ് ആ സമയത്തുള്ള നാല് ചുറ്റും നോക്കി ആ ഒരു ഉദാഹരണം ആയിട്ടാണ് പറഞ്ഞത്. एक उदाहरण बताएगा, उसमें से हम कभी क्या ना ऐसा कोई डॉक्ट्रिन बनाना नहीं है। देखो यीशु भी बोला बोल के ഒരു എക്സാമ്പിൾ പറഞ്ഞത് കൊണ്ട് അതിനെ എടുത്ത് ഒരിക്കലും ഡോക്ട്രിൻ ആക്കാൻ പാടില്ല. हालेलुया, ഹല്ലേലൂയ. उदाहरण बोल रहा हूं मैं। ഉദാഹരണം പറയുകയാണ് क्या ഞാൻ. मैंने बताया? ഞാൻ എന്താ പറഞ്ഞത്? ये अंगूठी डायमंड लगाया, अंगूठी गटर में गिर गया। ഈ ഡയമണ്ട് വെച്ചിട്ടുള്ള ഈ മോതിരം ഗട്ടറിൽ വീണു. आप बहुत कोशिश करके उसको रिकवर किया, നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു അതിനെ പുറത്തെടുക്കാൻ. फिर एक दिन आपको जरूरी पड़ा ये बेचने के लिए गया। പിന്നെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ അതിനെ വിൽക്കാൻ കൊണ്ടുപോയി. आप कभी भी दुकानदार को बोलेगा नहीं, एक तो गटर में गिरा है थोड़ा कम पैसा चलेगा, बोलेगा नहीं। നിങ്ങൾ ഒരിക്കലും കടക്കാരോട് പറയത്തില്ല ഇത് ഗട്ടറിൽ വീണതായതുകൊണ്ട് വില കുറച്ച് മതി എന്ന് പറയത്തില്ല. नहीं, वो खरीदने वाला भी आर्ग्यू करेगा नहीं, വാങ്ങിക്കുന്ന ആളും ആർഗ്യൂ गटर में गिरा ചെയ്യത്തില്ല. है इसलिए पहले का भाव नहीं मिलेगा। ഗട്ടറിൽ വീണത് കൊണ്ട് ആദ്യത്തെ റേറ്റ് കിട്ടത്തില്ല എന്ന് പറയത്തില്ല. परमेश्वर के बच्चा, यू आर वेरी प्रेशियस। ദൈവമക്കളെ, നിങ്ങൾ വളരെ പ്രീഷ്യസ് ആണ്. आपका मूल्य कभी कम होने वाला नहीं। നിങ്ങളുടെ വില ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. परमेश्वर कहा रे मेरा दृष्टि में तुम अनमोल है ദൈവം പറയുക, നീ എനിക്ക് എന്റെ ദൃഷ്ടിയിൽ വിലയേറിയവനാകുന്നു, और प्रतिष्ठित है, മാന്യനാകുന്നു, ऑनरेबल। മാന്യനാകുന്നു. परमेश्वर आपको एक इज्जत, एक सम्मान दिया है, കർത്താവ് നിങ്ങൾക്ക് ഒരു മാന്യത നൽകിയിട്ടുണ്ട്. और परमेश्वर के वचन में लिखा है, വചനത്തിൽ എഴുതിയിരിക്കുന്നു, हालेलुया, आई लव यू। ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. परमेश्वर आपको बहुत प्यार करते हैं। കർത്താവ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. आज सुबह का समय मैं वचन से बात करने के लिए खड़ा नहीं है, ഞാൻ വചനത്തിൽ നിന്ന് സംസാരിക്കുകയല്ല ഇപ്പം നിൽക്കുന്നത്. परमेश्वर का आत्मा मेरा दिल के अंदर अगुवाई दे रहे ऐसे ദൈവത്തിന്റെ ആത്മാവ് ഒരു നിയോഗം നൽകുന്നത് कुछ കൊണ്ട് लोगों को कहा के देने के लिए। ചിലരോട് പറഞ്ഞു You കൊടുക്കേണ്ടതിന് are very precious in the sight, in the eyes of God. നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ You are വിലയേറിയവരാകുന്നു. like apple of his eyes. നിങ്ങൾ അവന്റെ കണ്ണിന്റെ കൃഷ്മണി പോലെ ആകുന്നു. हालेलुया। ഹല്ലേലൂയ. अगर ऐसे आप अनमोल है तो, ऐसे कीमती वाला है तो प्रभु कितना आपको संभालेगा, एक हाई सिक्योरिटी दिया है। നിങ്ങൾ അത്രയ്ക്ക് വിലപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു സെക്യൂരിറ്റിയും കർത്താവ് അത്ര ഒരു ഹൈ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. परमेश्वर का बच्चा, ദൈവമക്കളെ, आपको मुझको ये उम्मीद के साथ में जीना है। എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ഒരു പ്രത്യാശയുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. आपको डरने का जरूरत नहीं है, നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. मेरा क्या होने वाला है, എന്ത് സംഭവിക്കും, कल क्या होने वाला है, നാളെ എന്ത് സംഭവിക്കും, बिल्कुल डरने का जरूरत। അതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട If ആവശ്യമില്ല. you are that much precious in the eyes of God, നിങ്ങൾ ദൈവസന്നിധിയിൽ അത്രയ്ക്ക് വിലപ്പെട്ടവരാണ് എങ്കിൽ आपका एक बाल भी गिन के रखा है। നിങ്ങളുടെ ഓരോ മുടി വരെ ദൈവം എണ്ണി വെച്ചിട്ടുണ്ട്.
मैंने कुछ समय पहले कलीसिया में कहा, मेरा याद करते तो ഞാൻ കുറച്ച് ദിവസം മുമ്പ് സഭയിൽ പറഞ്ഞു, फुटबॉल खिलाड़ी मेसी का फायरोम इंश्योर किया है. ഫുട്ബോൾ പ്ലെയറിന്റെ മെസ്സിയുടെ കാല് ഇൻഷുർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. मिलियंस ऑफ डॉलर के लिए इंश्योर किया है. മില്യൻസ് ഓഫ് ഡോളറിന് വേണ്ടി അത് ഇൻഷുർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. इंडिया में वो आके एक हालेलुया जैसे फ्रेंडशिप मैच खेला नहीं, ഇന്ത്യയിൽ വന്നിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മാച്ച് കളിച്ചില്ല. क्योंकि उनका इंश्योरेंस कंपनी कहा इंश्योरेंस टर्म्स में ओनली ऑफिशियल फीफा का गेम्स कवर्ड है, अगर तुम जाके खेला कुछ पैर में हो गया तो तुझे ഇൻഷുറൻസ് नहीं मिलेगा. കാരണം ഇൻഷുറൻസ് ടീം പറഞ്ഞു, നിങ്ങൾ ഒഫീഷ്യൽ പ്ലേസിന് മാത്രം ഒഫീഷ്യൽ അതിന് മാത്രമേ അത് ഇൻഷുറൻസ് റിലീസ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ വന്നിട്ട് പുള്ളി കളിച്ചില്ല. इसलिए खेला नहीं. അതുകൊണ്ട് കളിക്കാനിടയായില്ല. अगर मेसी का फायरोम इंश्योर्ड है तो മെസ്സിയുടെ കാലുകൾ ഇൻഷുർ ചെയ്ത് വെച്ചിട്ടുണ്ട്. परमेश्वर के राज्य के लिए उपयोगी होने वाला आप सबको प्रभु ने कितना इंश्योर किया है. ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന നിങ്ങളെ കർത്താവ് എത്രമാത്രം ഇൻഷുർ ചെയ്ത് വെച്ചിട്ടുണ്ട്. हालेलुया. आपका जुबान को, आपका आंखों को प्रभु ने इंश्योर किया है. നിങ്ങളുടെ കണ്ണുകളെ, നിങ്ങളുടെ നാവിനെ കർത്താവ് ഇൻഷുർ ചെയ്തിരിക്കുകയാണ്. ये एश्योरेंस अपना दिल के अंदर होना चाहिए. ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. इस विश्वास के साथ में हमें जीना है. ഈ വിശ്വാസത്തോടെ നമുക്ക് अगर ജീവിക്കാം. किसी का दिल में कुछ इनसिक्योरिटी है तो ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എങ്കിൽ आज उसको दिल के अंदर से निकालो. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുക. अपने आप को एक बात बता के आपको बलवंत करना है. നമ്മെ തന്നെ ഈ കാര്യം പറഞ്ഞ് നമ്മെ തന്നെ ബലപ്പെടുത്താം. मैं परमेश्वर का बच्चा हूँ. ഞാൻ ദൈവ പൈതലാണ്. मैं परमेश्वर का नजरों में अनमोल व्यक्ति हूँ. ഞാൻ ദൈവസന്നിധിയിൽ വിലയേറിയവനാകുന്നു. मैं उनका आंखों की पुतलियों समान. ഞാൻ അവന്റെ കണ്ണിന്റെ കൺമണി പോലെയാകുന്നു. हालेलुया. बिना परमेश्वर का इजाजत मेरा एक बाल भी टूटने वाला नहीं. കർത്താവ് അനുവദിക്കാതെ എന്റെ ഒരു മുടി പോലും പോകുകയില്ല. कल का बातों के बारे में मुझे चिंता करना नहीं. നാളത്തെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. परमेश्वर मुझे संभालेगा. കർത്താവ് എന്നെ പരിപാലിക്കും. धन्यवाद यीशु. हालेलुया. ഹല്ലേലൂയ. कितना लोग विश्वास कर रहे हैं? എത്ര പേർ വിശ്വസിക്കുന്നു? एक क्षण प्रार्थना करते हैं. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. जब वचन सुनेगा, വചനം കേൾക്കുമ്പോൾ सिर्फ सुनने से कुछ होता नहीं है. കേട്ടതുകൊണ്ട് മാത്രമായില്ല, दिल के अंदर उसको लेना है, ഹൃദയത്തിൽ അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം, विश्वास करना है വിശ്വസിക്കണം, और उसको उधर पक्का करना है. അതവിടെ ഉറപ്പിക്കണം. कल कुछ നാളെ आप सुनेगा, എന്തെങ്കിലും കേട്ടാൽ, विरुद्ध में कुछ नकारात्मक बातों में आप सुनेगा, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ എതിരായിട്ട് എന്തെങ്കിലും നിങ്ങൾ കേട്ടാൽ, आपका कान के अंदर वो वचन ऐसे ही गूंजना चाहिए. നിങ്ങളുടെ ഹൃദയത്തിന് ഉള്ളിൽ വചനങ്ങളായിരിക്കണം പെട്ടെന്ന് കടന്നു വരിക. पिछले दिन में कोई एक बहन मुझे ऐसे कहा, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ഇപ്രകാരം പറഞ്ഞു. प्रतिमा सिस्टर बोला था ना मुझे कुछ विषय. प्रतिमा सिस्टर प्रेयर रिक्वेस्ट मुझे बताया. പ്രതിമ സിസ്റ്റർ प्रतिमा പ്രേയർ റിക്വസ്റ്റ് सिस्टर और പറഞ്ഞു. मोमिदा सिस्टर ये लोग, പ്രതിമ സിസ്റ്റർ മൊമിത സിസ്റ്റർ ഒരു പ്രേയർ റിക്വസ്റ്റ് പറഞ്ഞു. मैंने उनको कहा फॉर एवरी प्रॉब्लम देयर इज ए सॉल्यूशन. हर समस्या के लिए एक सॉल्यूशन है. ഞാൻ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരമുണ്ട്. ऐसे सॉल्यूशन नहीं है वैसे कोई भी समस्या नहीं है. ഉത്തരങ്ങളില്ലാത്ത ഒരു പ്രശ്നവുമില്ല. हालेलुया. कुछ ना तो कुछ सॉल्यूशन है. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ട്. लास्ट वीक सिस्टर ने मुझे कहा, കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ പറഞ്ഞു, 2025 में ये गवाही बोलने के लिए टाइम नहीं मिला, लेकिन मैं पास्टर आपको बोल रहा हूँ 2025 സാക്ഷ്യം പറയുവാൻ സമയം കിട്ടില്ല, പക്ഷെ ഞാൻ പാസ്റ്ററോട് പറയാം, एक एक कदम आगे बढ़ रहा था, ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് പോകുന്ന रुकावट इतना बड़ा था, തടസ്സം ഇത്ര समस्या വലുതായിരുന്നു, इतना बड़ा था, പ്രശ്നങ്ങൾ ഇത്ര വലുതായിരുന്നു, लेकिन हर क्षण जैसे समस्याओं को सामना किया, പക്ഷെ ഓരോ സ്റ്റെപ്പും അതിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് मेरे कान में वही शब्द गूंज रहा था. എന്റെ ചെവിയിൽ ആ ഒരു ശബ്ദമായിരുന്നു पास्टर ने മുഴങ്ങിക്കൊണ്ടിരുന്നത്. कहा फॉर एवरी प्रॉब्लम हर समस्या के लिए एक सॉल्यूशन है. പാസ്റ്റർ പറഞ്ഞു എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. एक दिन सुन के मत जाओ, ഇത് വചനം വെറുതെ കേട്ടിട്ട് നിങ്ങൾ പോകരുത്. कल समस्या को सामना करेगा. നാളെ നിങ്ങൾ പ്രശ്നത്തെ ये ഫേസ് वचन आपका ചെയ്യുമ്പോൾ कान में गूंजना चाहिए ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. और आप प्रत्युत्तर देना चाहिए. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. आप बोलना चाहिए हर समस्या के लिए एक सॉल्यूशन है. നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കണം. എല്ലാ പ്രശ്നത്തിനും ഒരു ഉത്തരമുണ്ട്. जब शैतान आपका कान में डालेगा, പിശാച് നിങ്ങളെ ചെവിയിൽ तुम एक കൊണ്ടിടുമ്പോൾ पराजित व्यक्ति, നീ ഒരു പരാജയ വ്യക്തിയാണെന്ന്, हालेलुया, तुम कोई काम का नहीं, നീ ഒരു പ്രയോജനവും ഇല്ല എന്ന്,
പറയുന്നത് तू नाकामयाबी, നീ ഒരു ഫെയിലർ ആണെന്ന്, तुझे कोई कुछ मूल्य नहीं देते, നിനക്ക് ഒരു വിലയും ആരും तो തരുന്നില്ല आपके എന്ന് कान में ये शब्दों गूंजना चाहिए। അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ചെവിയിൽ ഈ ഒരു ശബ്ദങ്ങൾ परमेश्वर का वचन मुझे वायदा दिया है, കർത്താവിന്റെ ദൈവവചനം मैं परमेश्वर का दृष्टि में अनमोल, ഞാൻ ദൈവ സന്നിധിയിൽ मैं വിലയേറിയവനും परमेश्वर का दृष्टि में प्रतिष्ठित हूँ। ഞാൻ ദൈവ സന്നിധിയിൽ മാന്യനും ओ परमेश्वर मुझे बहुत प्यार करते, ദൈവം എന്നെ ഒരുപാട് സ്നേഹിച്ചിരിക്കുന്നു. हालेलुया। ഹല്ലേലൂയ. आपके कान में ये शब्दों गूंजने चाहिए। നിങ്ങളുടെ ചെവിയിൽ ഈ ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കണം. You're precious, നിങ്ങൾ വിലപ്പെട്ടവരാണ്, you're precious, നിങ്ങൾ വിലയേറിയവരാണ്, you're precious, നിങ്ങൾ വിലയേറിയവരാണ്. हालेलुया, ഹല്ലേലൂയ. बड़े बड़े कुछ काम हम नहीं कर पाया होगा, വലിയ വലിയ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റി കാണത്തില്ലായിരിക്കാം. but each of us we have an impact in others' life. പക്ഷെ ഓരോ വ്യക്തികൾക്കും മറ്റുള്ള ജീവിതത്തിൽ അവർ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. कुछ ना तो कुछ impact है, എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. हालेलुया। ഹല്ലേലൂയ. So do not be discouraged, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിരുത്സാഹപ്പെട്ടു പോകരുത്. do not be discouraged. അതുകൊണ്ട് ഒരിക്കലും നിരുത്സാഹപ്പെട്ടു പോകരുത്. धन्यवाद यीशु। धन्यवाद। डिस्करेजमेंट सबको आएगा, നിരുത്സാഹം എല്ലാവർക്കും കടന്നു വരാറുണ്ട്. काफी बार मेरा दिल के अंदर डिस्करेजमेंट आया, എന്റെ ഹൃദയത്തിലും പലവട്ടം നിരുത്സാഹം വന്നിട്ടുണ്ട്. धन्यवाद यीशु। നന്ദി കർത്താവേ. लेकिन कुछ न तो कुछ अपना जीवन से परमेश्वर बाकी लोगों का आशीष के लिए किया है, പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. so do not be discouraged, അതുകൊണ്ട് ഒരിക്കലും ഡിസ്കറേജ് ആയി പോകരുത്. trust in God। ദൈവത്തിൽ ആശ്രയിക്കുക. पवित्र आत्मा मुझे कहा दे, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, प्रभु आपका दाहिना हाथ पकड़ा है। ദൈവം നിങ്ങളുടെ വലം കൈ പിടിച്ചിട്ടുണ്ട്. इतना लोगों को उम्मीद है प्रभु आपका दाहिना हाथ पकड़ा है, എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവം എന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു? तो फिर आप क्यों चिंता करते हैं? പിന്നെ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? If he is holding your right hand, ദൈവം നിങ്ങളുടെ വലം കൈ പിടിച്ചിട്ടുണ്ട് എങ്കിൽ he will take you to the right direction. എങ്കിൽ അവൻ നിങ്ങളെ ശരിയായ ഡിറക്ഷനിൽ നടത്താനിടയാകും. आज सुबह भी मैं सोच रहा था, ഇന്ന് രാവിലെയും ഞാൻ ചിന്തിച്ചു, मैंने पास्टर बना, ഞാൻ പാസ്റ്ററായി, बाकी लोग जो कर रहे उस रास्ता में नहीं है। മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അല്ല ചെയ്യുന്നത്. बाकी लोग कैसे पास्टर बनते हैं? മറ്റുള്ളവർ എങ്ങനെയാ പാസ്റ്റർ ആയത്? पढ़ाई करने के बाद में सेवकाई के लिए समर्पण करके फिर बाइबल कॉलेज में जाएगा, പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷം ബൈബിൾ കോളേജിൽ പോകും. 4 साल 5 साल 6 साल पढ़ाई करेगा, 4 വർഷം 6 വർഷം പഠിക്കും. फिर ग्रेजुएशन का बाद में ऑर्डिनेशन मिलेगा, പിന്നെ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഓർഡിനേഷൻ കിട്ടും. फिर कोई एक कलीसिया उनको देगा। പിന്നെ ഒരാൾ സഭ അവർക്ക് കൊടുക്കും. नहीं, मैं पास्टर बनना नहीं चाहता था, ഞാൻ അങ്ങനെ പാസ്റ്റർ ആകുവാൻ ആഗ്രഹിച്ചതല്ല. मेरा सोच ऐसे था, मैं कभी भी फुल टाइम मिनिस्ट्री नहीं करेगा, ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ഒരിക്കലും ഫുൾ ടൈം മിനിസ്ട്രി क्योंकि ചെയ്യത്തില്ല सेवकाई का എന്നായിരുന്നു. कड़वापन में बहुत देखा है, കാരണം ശുശ്രൂഷയുടെ കയ്പകൾ ഞാൻ ഒരുപാട് इसलिए അനുഭവിച്ചിട്ടുണ്ട്. मैंने सोचा मैं कभी भी फुल टाइम मिनिस्ट्री नहीं അതുകൊണ്ട് करेगा, ഞാൻ ഒരിക്കലും ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യത്തില്ല. मैं नौकरी करके काम करके ही मैं सेवकाई करेगा। ഞാൻ ജോലി ചെയ്തുകൊണ്ട് മാത്രമേ ശുശ്രൂഷ ചെയ്യത്തുള്ളൂ. मैं मुंबई में आ गया, ഞാൻ മുംബൈയിൽ വന്നു. मैं काम कर रहा था, ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. अचानक मुझे कॉल मिल रहे, പെട്ടെന്ന് എനിക്കൊരു കോൾ ഇങ്ങനെ വരുന്നു, भाईंदर में कुछ लोग हैं उनको एक लीडरशिप चाहिए। ഭയന്തൽ കുറച്ച് പേരുണ്ട്, അവർക്ക് ലീഡർഷിപ്പ് വേണം. मैंने सोचा सेवकाई के लिए एक मौका है, ഞാൻ ഓർത്തു ശുശ്രൂഷയ്ക്ക് ഒരു അവസരമാണ്. वैसे मैं भाईंदर में पहुंचा। അങ്ങനെ ഞാൻ ഭയന്തറിൽ വന്നു. हालेलुया। वो संस्था मुझे प्रार्थना करके अलग किया, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നെ പ്രാർത്ഥിച്ച് സെപ്പറേറ്റ് ചെയ്തു. 2 साल उधर सेवकाई करने के बाद में 2 വർഷം അവിടെ ശുശ്രൂഷിച്ചതിന് कुछ ശേഷം कारण से मैंने उस कलीसिया का चार्ज छोड़ा, കുറച്ച് കാരണം കൊണ്ട് ആ സഭയെ ചാർജ് വിട്ടു. फिर उसके बाद में जिस कलीसिया में मैं था उस कलीसिया भी मैंने मुझे प्रार्थना करके अलग किया, ആ സഭയിൽ ഞാൻ പിന്നെ രണ്ടാമതായിരുന്ന സഭയിൽ നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എന്നെ സെപ്പറേറ്റ് ചെയ്തു. उसके बाद में मैं फुल टाइम मिनिस्ट्री में आया, അതിന് ശേഷമാണ് ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് उसके ഇറങ്ങിയത്. बाद में तीसरा बार അതിനുശേഷം മൂന്നാമത്തെ സഭ मुझे एक फुल ऑर्डिनेशन मिला। ഒരു ഫുൾ ഓർഡിനേഷൻ ലഭിച്ചു. दाऊद को 3 बार अभिषेक किया करके बाइबल में लिखा है, वैसे मुझे 3 ऑर्डिनेशन मिला है। ദാവീദിന് 3 വട്ടം അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് 3 വട്ടം ഓർഡിനേഷൻ ലഭിച്ചു. मैं ऐसे मामूली रास्ता में इस सेवकाई में आया नहीं, ഞാൻ സാധാരണ രീതിയിലല്ല ശുശ്രൂഷയിൽ വന്നത്. परमेश्वर मुझे धीरे 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 उनका सेवा में हालेलुया लेके आया। ദൈവം എന്നെ പതിയെ 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 അവരെ ശുശ്രൂഷയിൽ കൊണ്ടുവരികയായിരുന്നു. धन्यवाद यीशु, क्योंकि उन्होंने मेरा हाथ पकड़ा था। കാരണം അവൻ എന്നെ കരം പിടിച്ചിരിക്കുന്നു. मैं जो जानता नहीं है उस रास्ता से मुझे चलाया, ഞാൻ പോലും അറിയാത്ത വഴികളിലൂടെ കർത്താവ് എന്നെ നടത്തി. मुझे पता भी नहीं मिला किस तरह में जा रहे, ഞാൻ അറിഞ്ഞു പോലുമില്ല ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്ന്. पता भी नहीं मिला, ഞാൻ അറിഞ്ഞു പോലുമില്ല. was not aware
towards which direction I am heading. नहीं जाना कि मैं किस डायरेक्शन की ओर जा मैंने रहा प्लान हूँ. किया नहीं. ഞാൻ പ്ലാൻ मुझे उस ചെയ്തിരുന്നില്ല. डेस्टिनेशन में पहुंचना है. പക്ഷെ എനിക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്തണം. लेकिन उन्होंने हाथ पकड़ के लेके പക്ഷെ गए. ദൈവം എന്റെ കരം പിടിച്ചു നടത്തി. Are you sure that Jesus is holding your right hand? നിങ്ങൾക്ക് ഉറപ്പുണ്ട് കർത്താവ് നിങ്ങളുടെ വലം കൈ പിടിച്ചിട്ടുണ്ട്. Without your knowledge. നിങ്ങൾ പോലും അറിയാതെ, You are not planning anything. നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ, What God is planning your future. കർത്താവ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ He will ചെയ്യുന്നുണ്ട്. take you. He will drag you to the right direction. അവൻ നിങ്ങളെ കറക്റ്റ് ഡയറക്ഷനിലേക്ക് എത്തിക്കും. I said He will drag you. वो Hallelujah. आपको खींच कर लेकर छोटे जाएगा. बच्चे को हालेलुया. छोटे बच्चे को हम कैसे कभी लेके जाते हैं. കുഞ്ഞു പിള്ളേർക്ക് നാം ചിലപ്പോൾ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? कल मैं जैसे मेरा बिल्डिंग में बाहर जाके गाड़ी गेट के उधर खड़ा था. ഞാൻ ഇന്നലെ ബിൽഡിംഗിൽ ഗേറ്റിന്റെ അടുത്ത് പോയി നിന്നു. All of a sudden दो बच्चों गेट की ओर भागा. രണ്ട് കുഞ്ഞുങ്ങൾ ഗേറ്റിന്റെ അടുത്തേക്ക് ഓടി വന്നു. मम्मी के साथ में आया था नीचे. മമ്മിയുടെ കൂടെ വന്നതായിരുന്നു. तो वो सोचा अभी गेट खोलेगा हम भाग के बाहर जाएगा. ഗേറ്റ് തുറക്കും ഓടി അകത്ത് പോവാമെന്ന് ഓർത്തു. बच्चों का आदत ऐसे ही होता है ना. കുഞ്ഞുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. तो वॉचमैन गेट खोला नहीं. വാച്ച്മാൻ ഗേറ്റ് തുറന്നില്ല. वो माँ आने तक इंतजार किया. അമ്മ വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. फिर माँ आके दोनों बच्चों का हालेलुया जो गला में चेन था वो पकड़ के खींच के लेके गया. കട്ടിലിട്ടുന്ന ചെയിൻ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. और एक बच्चे को बहुत मारा. ഒരു കുഞ്ഞിനെ ഒത്തിരി क्या അടിച്ചു. किया पूछ के. നീ എന്തായി ചെയ്തത്? दो छोटा पप्पी है. രണ്ട് കുഞ്ഞ് आज का जमाने में पप्पी को बच्चों से अधिक ध्यान देते इसलिए मैंने बच्चों बुलाया आपको. പട്ടിക്കുഞ്ഞുങ്ങളെ, അത് രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ പറ്റിയായിരുന്നു. हालेलुया. ഹല്ലേലൂയ. पप्पी भी बच्चों जैसे अभी घर के अंदर पालते हैं. ഇപ്പം പട്ടിക്കുഞ്ഞുങ്ങളെയും ये സ്വന്തം पप्पी മക്കളെ को പോലെയാണ് इतना मारा നോക്കുന്നത്. उन्होंने. मुझे लगा यार पप्पी को क्यों मार रहे. क्योंकि बच्चा जैसा संभलते. ആ तूने പട്ടിക്കുഞ്ഞിനെ क्यों भागा അടിച്ചു. पूछ के. അതിനെ അടിച്ചു എന്തിനാ ഓടിയെന്ന് ചോദിച്ചിട്ട്. तभी भी पप्पी क्या कोशिश कर रहे हैं मालूम है. അപ്പോഴാ जो പപ്പി खुला എന്താ गेट से बाहर കോശിച്ചത്? भागने के लिए कोशिश कर ആ रहे തുറന്ന ഗേറ്റിലൂടെ ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ്. लेकिन പക്ഷേ हैं. माँ ने क्या कर रहे हैं. അമ്മ എന്ത് ചെയ്തു? खींच के लेके जा रहे हैं. വലിച്ചു കൊണ്ടുപോയി. मैं एक बात आपको कहना चाहता ഞാൻ ഒരു കാര്യം നിങ്ങളോട് हूँ. Jesus is പറയാം. holding your right hand. കർത്താവ് നിങ്ങളുടെ വലം കൈ He will പിടിച്ചിട്ടുണ്ട്. drag you to the right direction in your അവൻ life. നിങ്ങളുടെ കറക്റ്റ് ഡയറക്ഷനിൽ Even കൊണ്ടുപോകും. though you missed your goal in your life. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിപ്പോയാലും, Even though you got distracted from your aim. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ ഡിസ്ട്രാക്ട് ആയി പോയാലും, Jesus is faithful. കർത്താവ് വിശ്വസ്തനാ. कितना लोग सुन रहे मुझे. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? कितना लोग सुन रहे मुझे. എത്ര പേര് എന്നെ इसलिए കേൾക്കുന്നുണ്ട്? कुछ लोग कहो അതുകൊണ്ട് ചിലർ പറഞ്ഞാട്ടെ, अपने आप चलने के लिए मुझे आता नहीं है प्रभु. കർത്താവ് എനിക്ക് തനിയെ നടക്കാൻ പറ്റത്തില്ല. किस तरफ जाना है मुझे जानता नहीं है. എങ്ങോട്ടാ പോകേണ്ടേ എനിക്ക് मेरा जीवन का അറിയത്തില്ല. लक्ष्य क्या है मैं जानता नहीं है. ജീവിതത്തെ ലക്ഷ്യം എനിക്ക് അറിയത്തില്ല. I do not know, hallelujah, the purpose of my life, Lord. എന്റെ ജീവിതത്തിന്റെ പർപ്പസ് എനിക്ക് But I know അറിയത്തില്ല. that you are holding my right hand. പക്ഷെ എനിക്കറിയാം നീ എന്റെ വലം കൈ പിടിച്ചിട്ടുണ്ട്. Oh, hallelujah. हाथ दाम के ले जाएगा चट्टान पर. ओ हाथ थाम के ले जाएगा चट्टान पर. जैसे माता जैसे माता संभालती है वैसे यीशु संभालेगा. जैसे माता संभालती है वैसे यीशु संभालेगा. जैसे माता संभालती है वैसे यीशु संभालेगा. आपका बगल में बैठा व्यक्ति क्या നിങ്ങളുടെ शोल्डर में आपका दाहिना हाथ रखे ऐसे प्रार्थना करो. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ ഷോൾഡറിൽ കരം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. आपका बगल में जो भी ഷോൾഡറിൽ കരം വെച്ചിട്ട് एक दूसरे के लिए പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना करो. മറ്റുള്ളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. इसे प्रार्थना करो. ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ. प्रभु जी मेरा इस जो ब्रदर को सिस्टर को കർത്താവിന്റെ ഈ സഹോദരിയെ, ഈ സഹോദരനെ आप हाथ പकड़ाए. നീ കരം പിടിച്ചിട്ടുണ്ട്. हाथ थाम के लेके जाएगा. കരം പിടിച്ച് നീ കൊണ്ടുപോകുന്ന ദൈവമാ. चट्टान पर उनको खड़ा करेगा. ആ പർവ്വതത്തിൽ മേൽ അവരെ നിർത്തുന്ന ദൈവമാ. एक ऊंचे चट्टान में, ഒരു ഉയരമുള്ള പർവ്വതത്തിൽ, इतना ऊंचे चट्टान में എത്രയും വലിയ പർവ്വതത്തിൽ, जो अपने आप उछट नहीं पाएगा. തനിയെ കയറാൻ പറ്റാത്ത उतने പർവ്വതങ്ങളിൽ बड़े एक आशीष का हालेलुया और
प्रभु इनको आप लेके जाने वाला है. അത്രയും വലിയ അനുഗ്രഹങ്ങളിലേക്ക് നീ ഈ വ്യക്തികളെ കൊണ്ടുപോകാൻ Just ആഗ്രഹിക്കുന്നു. pray. Just ഒന്ന് pray. പ്രാർത്ഥിച്ചാട്ടെ, ഒന്ന് When you പ്രാർത്ഥിച്ചാട്ടെ. place your hand on his shoulder, നിങ്ങൾ ആ വ്യക്തിയുടെ ഷോൾഡറിൽ കരം मैंने വെക്കുന്ന हाथ സമയത്ത് पकड़ के प्रार्थना करने के लिए कहा नहीं. ഞാൻ കരം പിടിച്ച് When you place your പ്രാർത്ഥനയല്ല heart on പറഞ്ഞത്. that fellow's shoulder, നിങ്ങൾ അപ്പത്തേക്ക് വ്യക്തിയുടെ ഷോൾഡറിൽ വെക്കാനാണ് പറഞ്ഞത്. उसके अंदर जो बोझ है, जो टेंशन है, वो दूर हो रही. ആ വ്യക്തിയുടെ ഭാരങ്ങൾ മാറുകയാണ്. You're transferring a positive anointing. You're transferring the peace which is dwelling inside you. നിങ്ങളുടെ ഉള്ളിലുള്ള ശാന്തിയെ സമാധാനത്തെ നിങ്ങൾ പകരുകയാണ്. Every burden from hearts. നിങ്ങൾ ഹൃദയങ്ങളിലെ എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. I declare this fellow as a blessing. ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഒരു കരത്തിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക്, അതിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് एक बहाव यहाँ पर होने दे. एक कंधे से दूसरे कंधे की ओर परमेश्वर की शांति यहाँ पर बहने दे. और रबाशे तेरे खे रबाशे रिखमानवरबशधुना रिखमानवरबशधुनी ओ रिखरबशधुना. Thank you Jesus. O rabashe terikhamana. O rabashaduna. കരങ്ങളുണ്ട്. Oh Jesus, hallelujah. ഹൃദയം തളരുമ്പോ Yes Lord. शाश्वत पारयेशु Amen. जब हमारा हृदय थक जाते हैं जीवन तो यीशु मसीह का प्रेम हमें जीवन दिलाती है. तांगुम हमारे संभालने वाले हाथ है. निंदे जब मेरा हृदय थक जाता है തകരുമ്പോ ശാശ്വത പാരയേശു പുതുജീവൻ शधुनी रे खेरे तेरी तुम्हारा बोझ कितना बड़ा क्यों ना हो, उसे उठाने तुम्हें बोझ लग रहा हो.
संभाले टूटे दिल को चट्टान सा शाश्वत यीशु नया जीवन करता नया जीवन करता प्रदान भोज तुझ पर अधिक हो जो काबार अकदिन हो भोज तुझ पर कठिन हो जो काबार अधिक हो अपने ही तुझसे दूर हो हाथ मेरा वो संभाले टूटे दिल को चट्टान सा शाश्वत यीशु नया जीवन करता चट्टान सा शाश्वत यीशु नया जीवन करता चट्टान सा शाश्वत यीशु नया जीवन करता बैठ जाइए എല്ലാവർക്കും ഇരിക്കാം. लास्ट संडे भी मैंने कहा ലാസ്റ്റ് സൺഡേയും ഞാൻ പറഞ്ഞു, हालेलुया अब डिस्करेज्ड होगा നിങ്ങൾ ഡിസ്കറേജ് ആകരുത്. ओ हालेलुया आपको लगते होगा अब कुछ काम का नहीं है നിങ്ങൾക്ക് തോന്നുമായിരിക്കും നിങ്ങൾ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. you may be having the feeling that you are nobody നിങ്ങൾ ഒന്നുമല്ല, ആരുമല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കാം. लेकिन यीशु आपको बहुत अनमोल प्रतिष्ठित माना है പക്ഷേ യേശു കർത്താവ് നിങ്ങളെ വിലയേറിയവരും മാന്യവരുമാക്കി നിർത്തിയിരിക്കുകയാണ്. मूसा का सोच क्या था മോശയുടെ വിചാരം എന്തായിരുന്നു? मैं कुछ भी नहीं ഞാൻ ഒന്നുമല്ല. हालेलुया ഹല്ലേലൂയ. मैंने मूसा का बारे में बहुत साल पहले एक पुस्तक पढ़ा था മോശയെ പറ്റി ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം വായിച്ചിരുന്നു. that book was about Moses ഒരു മോശയെ പറ്റിയുള്ള ഒരു പുസ്തകം मुझे बहुत बलवंत की एक पुस्तक है എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. उस पुस्तक का टाइटल ऐसे था ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, God who uses nobodies കർത്താവ് ഉപയോഗിക്കുന്നത് ഒന്നുമല്ലാത്തവരെയാണ്. ऐसा नहीं है टाइटल God who uses somebody കർത്താവ് who ആരൊക്കെയോ think they are somebody സംബടി ഞാൻ ആരൊക്കെയോ ആണ് എന്ന് വിചാരിക്കുന്നവരല്ല ഞാൻ യൂസ് എന്തൊക്കെയോ ആണെന്ന് ചെയ്യുന്നത്. ചിന്തിക്കുന്നവരെ അല്ല കർത്താവ് ഉപയോഗിക്കുന്നത് परमेश्वर उनका इस्तेमाल नहीं करता जो सोचता है कि मैं कुछ हूँ, ഞാൻ ഒന്നും അല്ലെന്ന് ചിന്തിക്കുന്നത് लेकिन जो सोचता है कि मैं कुछ नहीं हूँ. മോശയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടായിരുന്നു मूसा के जीवन में एक वैसा ट्रांजिशन पीरियड There was था. a time he thought that he is somebody. एक टाइम ऐसा था जब वो सोचता था कि वो कुछ है. Hallelujah. हालेलुया. ഒരു ഹാമാൻ സിൻഡ്രോം ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു മോശയ്ക്ക് एक हामान सिंड्रोम का एक समय हामान था syndrome मूसा को. എന്താ? हामान सिंड्रोम का मतलब क्या है? ഞാൻ ഒരുത്തനെ മാനിക്കാൻ പോവാ राजा ने सोचा कि मैं एक व्यक्ति को सम्मान करने जा रहा ഹാമാൻ हूँ. പറഞ്ഞു എന്നെ അല്ലാതെ പിന്നെ വേറെ ആരെ മാനിക്കാനാ तो हामान ने सोचा कि मेरे अलावा और कौन हो सकता है वो ഞാൻ व्यक्ति. മാനിക്കപ്പെടാൻ യോഗ്യൻ मैं ही तो हूँ वो व्यक्ति जो सम्मान के योग्य हूँ. എന്നെ മാനിക്കത്തുള്ളൂ मुझे ही सम्मान करेगा. അതിന് പറഞ്ഞ പേര് ഹാമാൻ സിൻഡ്രോം उसको बोलते हैं हामान അത് सिंड्रोम. മോശയ്ക്ക് ഉണ്ടായിരുന്നു वो मूसा को भी था. അതുകൊണ്ടാണ് ഈ മോശ എല്ലാ കാര്യത്തിലും കയറി അങ്ങ് ഇടപെട്ടത് इसीलिए मूसा हर बात पर जाकर बीच में जाके बात करता था. ഒരു ഇസ്രായേലിനും ഇസ്രായേലിനും തമ്മിൽ തല്ലി एक इसराइली और मिस्राइली के बीच में मिस्री के बीच में झगड़ा हुआ. അതിനകത്ത് ഇടപെട്ടു उसमें जाकर वो अपना രണ്ട് उसमें जाकर ഇസ്രായേലിയർ इन्वॉल्व हुआ. തല്ലി दूसरा इसराइली और इसराइली के बीच में झगड़ा അതിനകത്ത് हुआ. ഇടപെട്ടു उसमें भी जाकर उसने बात മോശ किया. എന്താ ചിന്തിച്ചെന്നറിയാ मूसा ने क्या सोचा? എനിക്കിതൊക്കെ പറ്റും
എനിക്കിതൊക്കെ പറ്റും. मैं ये सब कर सकता हूँ. എന്നെ അതിനതയോ ഈ പൊസിഷനിൽ കൊണ്ടുവന്നിരിക്കുന്നു. मुझे इसलिए परमेश्वर ने स्थान पर लेकर आया. പിന്നെ വേറെ ആരാ ഇതൊക്കെ ചെയ്യേണ്ടത്? मैं नहीं करूंगा तो कौन ये सब करेगा? പക്ഷെ 40 വർഷം लेकिन 40 साल അമ്മായിപ്പന്റെ ആടിനെ തീറ്റിക്കൊണ്ട് മോശ ഇങ്ങനെ നടക്കുകയാണ്. ससुर के भेड़ों को पालकर मूसा ऐसे ही जंगल में चल रहा ഈ है. 40 വർഷം മോശ എന്തൊക്കെ പറഞ്ഞു കാണുന്നറിയാമോ? ये 40 साल मूसा ने क्या क्या बातें कही ഞാൻ होगी. എങ്ങനെ ജീവിച്ച മനുഷ്യനാണെന്നറിയാമോ? मैं कैसे जीने वाला इंसान था. ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിച്ചതാ. फिरौन के राजमहल में रहता था. ഫറവോന്റെ മടി വളർന്നതാ ഞാൻ. फिरौन के बेटी की गोदी पर मैं पालन पोषण मेरा पला बड़ा हूँ. ഇന്നത്തെ അവസ്ഥ കണ്ടില്ലേ? लेकिन देखो आज मेरी क्या अवस्था हो गई എന്റെ है. അപ്പനും അമ്മയും ഒക്കെ എന്നെ കുറിച്ച് വെച്ച പ്രതീക്ഷ എന്തായിരുന്നെന്നറിയാം? मेरे माता पिता सब मेरे बारे में कितनी बड़ी उम्मीद रखे थे. എബ്രായ ലേഖനത്തിൽ അതിന്റെ വെളിപ്പാട് കിടക്കുന്നത്. हिब्रू में उसका एक रेवलेशन पड़ा हुआ है. എബ്രായ ലേഖനം 11:25 പറയുന്നു. इब्रानी 11:25 में इस प्रकार से कहा है. ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. माता पिता ने ये देखा कि बेटा बहुत सुंदर है. രാജാവിന്റെ കോപം ഭയപ്പെടാതെ അവനെ ഒളിപ്പിച്ചു വെച്ചു. राजा का उस रूल को नहीं डरते हुए उस बच्चे को छिपा कर रखा. उस वचन का मतलब क्या है? അവന്റെ അപ്പന്മാർക്ക് മനസ്സിലായി ഈ കുഞ്ഞൊരു സ്പെഷ്യൽ ചൈൽഡ് ആണ്. उसका मतलब ये है कि माता पिता को ये समझ में आया कि ये बच्चा एक खास बच्चा है. ഇതൊരു പ്രഷ്യസ് ചൈൽഡ് ആണെന്ന്. ये एक प्रेशियस बच्चा है. ഈ കുഞ്ഞിനെ കുറിച്ച് ഹല്ലേലൂയ വലിയ ദൈവിക പദ്ധതി ഉണ്ടെന്ന്. इस बच्चे के बारे में एक बहुत बड़ी योजना है. 11ന്റെ മേളത്തെ വാക്യം നോക്കി കേട്ടോ മോനെ. 11 का ऊपर की आयत. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. 23 വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. 23 ഹല്ലേലൂയ. उन्होंने देखा कि बालक सुंदर है. അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. वे राजा की आज्ञा से न डरते हुए 3 महीने तक छिपा कर रखा. എന്തിന്? क्यों? അവിടെ എഴുതിയിരിക്കുന്നു ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ. वहाँ लिखा है कि मूसा सुंदर था. That is not the right translation. वो एक सही ट्रांसलेशन नहीं है. The right translation is एक सही ट्रांसलेशन. they found him as a proper child. उन्होंने उसे एक नियुक्त किया हुआ बच्चा, एक प्रॉपर चाइल्ड They करके उसे found a देखा. special glory on him. उन्होंने उसके ऊपर एक खास महिमा देखी. They felt that this is the child. उन्हें ऐसा लगा कि यही वो बच्चा है. परमेश्वर उपयोग करने के लिए जा रहा हूं बच्चा यही है. ദൈവം യൂസ് ചെയ്യാൻ പോകുന്ന അതേ ചൈൽഡ് ആണ് ഈ കുഞ്ഞ്. जरूर मूसा का मम्मी काफी बार मूसा को जब बढ़ाते था तभी ये बात बता के दिया है. അമ്മ മോശേനെ വളർത്തിയ സമയത്ത് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. अभी मूसा किसके साथ में? ഇപ്പം മോശ ആരുടെ കൂടെയാണ്? हालेलुया. आप बोलेगा मिद्यान में उनका ससुराल का घर में. ഇപ്പം മിദ്യാനിൽ തന്റെ അമ്മായിയപ്പന്റെ വീട്ടിലാണ്. लेकिन ज्यादातर मूसा ये भेड़ बकरियों का साथ में. പക്ഷെ അധികം സമയവും ഈ ആടുമാടുകളുടെ കൂടെയാണ്. चरवाहा बन गया. ഇപ്പൊ അവൻ ആട്ടിടയനായി മാറി. चरवाहा बन गए. ഇടയനായി മാറി. बाइबल में क्लियरली लिखा है വചനത്തിൽ എഴുതിയിട്ടുണ്ട് मिस्री का लोगों को चरवाहा लोग बहुत क्या बोलते हैं एक निकम्मी लोग है, तुच्छ लोग है. മിസ്രൈമിയർക്ക് ഈ ഇടയന്മാര് ഒത്തിരി വില കുറഞ്ഞവരാണ്. नीच लोग है, डाउन कास्ट लोग है. ഒത്തിരി വില കുറഞ്ഞ ആൾക്കാരാണ്. अभी सीधा मिस्री पैलेस में से ഇപ്പം ആ മിസ്രൈമിന്റെ കൊട്ടാരത്തിൽ നിന്ന് मूसा ने वही काम कर रहे ഇപ്പം മോശ ചെയ്യുന്ന ഒരു പ്രവൃത്തി जो शायद उन्होंने भी मन के अंदर बहुत निकम्मी काम सोचा हो. അവനും അവന്റെ ഹൃദയത്തിൽ വില കുറഞ്ഞ ഒരു പണി എന്ന് ചിന്തിച്ചത് लेकिन परमेश्वर का ट्रेनिंग एक असाधारण ट्रेनिंग. പക്ഷെ ദൈവത്തിന്റെ ട്രെയിനിങ് ഒരു അസാധാരണ ട്രെയിനിങ് ആണ്. चरवाहा बनाए उसको. അവൻ ആട്ടിടയനാക്കി മാറ്റി. ज्यादातर ये जो भेड़ों का साथ में അവൻ അധിക സമയവും ഇപ്പൊ ആട്ടിടയന്മാരുടെ കൂടെയാണ്. मूसा पूरा कहानी इसका भेड़ों को बता के दिया होगा. ചിലപ്പോൾ മോശ എല്ലാ കഥകളും ഈ ആട്ടുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. जैसे मैंने पप्पी के बारे में कहा ना, ഞാൻ ആ പപ്പിയെ പറ്റി लोग പറഞ്ഞതുപോലെ आजकल ज्यादा पप्पी को बात करते हैं. എല്ലാരും ഇപ്പം അധികം പപ്പിയോട് वैसे സംസാരിക്കാറുണ്ട്. मूसा बहुत भेड़ों से बात की. അതുപോലെ മോശയും ഒരുപാട് ഈ ആടുകളോട് मूसा ने സംസാരിച്ചു. कहा होगा तुझे जानते मैं कौन था? മോശ പറഞ്ഞു നിനക്ക് അറിയാമോ ഞാൻ मिस्री में ആരായിരുന്നു? राजकुमार का जैसे मैं जी रहा था. ഞാൻ രാജകുമാരനെ പോലെ ജീവിച്ചവനാണ്. मेरा जीवन में 1-2 मिस्टेक हो गया. എന്റെ ജീവിതത്തിൽ 2 അബദ്ധം പറ്റി. मैं सोचा मैं कुछ बड़ा आदमी, ഞാൻ ഓർത്തു ഞാൻ വലിയവനാണ്. लेकिन अभी पता मिला मैं कुछ भी नहीं. പക്ഷെ ഇപ്പോഴാ എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നുമല്ല. मूसा कहा मेरा माँ बाप ने क्या सोचा मालूम है?
മോശ പറഞ്ഞു എന്റെ അമ്മയും അപ്പനും എന്താ एक വിചാരിച്ചതെന്ന് दिन ये അറിയാമോ? कुछ बड़ा बनने वाला है, അവൻ ഒരു ദിവസം വലിയ ആളായി മാറും. इसलिए मुझे जिंदा रखा, അതുകൊണ്ട് എന്നെ ജീവനോടെ इसलिए വെച്ചു. मुझे पानी में फेंका नहीं, അതുകൊണ്ട് എന്നെ വെള്ളത്തിലേക്ക് क्योंकि they കളഞ്ഞില്ല. thought that I am going to become someone in, है ना, एक दिन में मैं कुछ कोई बनने वाला है. കാരണം അവർ വിചാരിച്ചു ഞാൻ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ആയി തീരുമെന്ന്. अभी देखो मैं कौन बन गया, ഇപ്പൊ നോക്ക് ഞാൻ എന്തായി मैं തീർന്നു. कौन बन गया, ससुराल का घर में चरवाहा बन गया मैं. ഞാനിപ്പോ അമ്മായിയപ്പന്റെ വീട്ടിലെ ആട്ടിടയനായി മാറി. अभी मरुभूमि से चक्कर मार रहे हैं, ഇപ്പൊ ഞാൻ മരുഭൂമിയിൽ കടന്നു एक ഉലയുകയാണ്. पहाड़ से दूसरा पहाड़, ഒരു പർവ്വതത്തിൽ നിന്ന് അടുത്ത कुड़ा പർവ്വതത്തിലേക്ക്. के अपने आप को बात करके. അവൻ തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട് പിറുപിറുത്തുകൊണ്ട്. काफी साल पहले ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് मैंने बोला, मैंने एक पुस्तक पढ़ा, ഞാൻ ഒരു പുസ്തകം വായിച്ചു. पुस्तक का नाम है ആ പുസ്തകത്തിന്റെ പേര് God who uses nobodies. ദൈവം ആരുമല്ലാത്തവരെ ഉപയോഗിക്കുന്ന ദൈവം. If you are a nobody, ഇപ്പൊ നിങ്ങൾ ഒരു നോബഡി there ആണെങ്കിൽ is a chance that God is going to use you. എന്നാൽ ഒരു അവസരമുണ്ട് കർത്താവ് നിങ്ങൾ If you ഉപയോഗിക്കും. are somebody, if you feel that you are somebody, ഇപ്പൊ നിങ്ങൾ സംബടി ആണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ട് God will bring you into that point. കർത്താവ് നിങ്ങളെ ആ ഒരു പോയിന്റിൽ കൊണ്ടുവരും. Hallelujah. आप खुद कहेगा, ओ प्रभु मैं कुछ भी नहीं, നിങ്ങൾ തന്നെ പറയും കർത്താവേ ഞാൻ ഒന്നുമല്ല എന്ന്. उपयोग करने के लिए मुझे कोई योग्यता नहीं, ഉപയോഗിക്കപ്പെടുവാൻ എനിക്ക് ഒരു I am a big യോഗ്യതയുമില്ല. zero. ഞാൻ ഒരു ബിഗ് സീറോ ആണെന്ന് പറയും. अगर दिल के अंदर कोई भी जगह में ऐसे कुछ सोचे मैं कुछ है, उसको निकालो दिल के अंदर നിങ്ങളുടെ से. ഹൃദയത്തിൽ എവിടെയെങ്കിലും ഐ എം സംബഡി എന്നൊരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ जल्दी അതൊന്ന് प्रभु എടുത്തു आपको കളയുക. उपयोग करेगा, എങ്കിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. आपको प्रभु उपयोग करने का रुकावटों हट जाएगा. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോകും. हालेलुया. ഹല്ലേലൂയ. वैसे मैंने एक पुस्तक पढ़ा, वैसे ही ഞാൻ ഒരു പുസ്തകം വായിച്ചതുപോലെ തന്നെ बहुत साल पहले ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് मैं कन्वेंशन में अटेंड कर रहे थे. ഞാൻ ഒരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്യുകയായിരുന്നു. आज से लगभग 30 साल का आसपास, 30 വർഷങ്ങൾക്ക് മുൻപ് आज से लगभग 30 साल का 30 आसपास വർഷങ്ങൾക്ക് മുൻപ് कन्वेंशन में मैं अटेंड कर रहे थे. ഒരു കൺവെൻഷൻ അറ്റൻഡ് उस ചെയ്യുകയായിരുന്നു. परमेश्वर का दास मूसा का बारे में वचन दे रहे थे. ആ ദേവദാസൻ മോശയെ പറ്റി പ്രസംഗിച്ചു. उस परमेश्वर का दास ऐसे कहा मलयालम में, ആ ദേവദാസൻ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു മൂസ का हालात का बारे में. മോശയുടെ അവസ്ഥയെ പറ്റി. മോശ മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുകയാ. മൂസ मरुस्थल पर अभी घूम रहा है, वो മോശ ഓർത്തു, भटक रहा है. മോശ ഓർത്തു, मूसा ने सोचा ഹല്ലേലൂയ, ഞാൻ എന്ത് വലിയൊരു ജീവിതം നയിച്ചതാ. मैं कितना बड़ा एक जीवन बिताया था. എന്റെ അപ്പനും അമ്മയും ചിന്തിച്ചത് ഞാനൊരു വലിയ ആളായി മാറുമെന്ന്. मेरे माता पिता ने सोचा कि मैं एक बड़ा व्यक्ति बन जाऊंगा. പക്ഷെ ഇപ്പൊ ഞാൻ ദണ്ട ഈ ആടിനോട് സംസാരിച്ചോണ്ട് നടക്കുക. लेकिन अभी मेरा जीवन देखो, मैं इस भेड़ बकरियों से बात कर ഈ रहा हूँ. ആടിനോട് സംസാരിച്ചോണ്ട് നടക്കുക. मैं इस भेड़ बकरियों के साथ बात करके ഞാൻ ഈ चल रहा ആടിനോട് हूँ. പറയുകയാ, मैं इस भेड़ को कह रहा മോശ हूँ. എന്ന് പറയുന്ന മനുഷ്യൻ मूसा जो एक व्यक्ति है, जो ഒരു व्यक्ति ദിവസം है, ഈ മരുഭൂമിയിൽ വീണ് മരിച്ച് एक दिन इस मरुस्थल की भूमि पर गिरकर मर ആരും जाएगा. അറിയാത്തവനായി कोई भी न जानने ഈ वाला മരുഭൂമിയിൽ व्यक्ति बनकर തീരും. इस मरुभूमि पर ही खत्म हो എവിടെയാ जाएगा. എന്റെ വാഗ്ദത്തങ്ങൾ? कहाँ गया मेरी वादाएं? എവിടെയാണ് കർത്താവിനോട് പറഞ്ഞ വാക്കുകൾ? कहाँ है मेरी सारी എന്റെ वादाएं जो അപ്പനും परमेश्वर ने അമ്മയും കണ്ട मुझसे कही थी? സ്വപ്നങ്ങൾ എവിടെയാ? कहाँ गया वो सारी അയ്യോ, മോശ എന്ന് പറയുന്ന മനുഷ്യൻ हे मूसा कहलाने वाला ഈ व्यक्ति മരുഭൂമിക്ക് വളമായി തീരുമല്ലോ. इस मरुभूमि के लिए खाद बन जाएगा. പാസ്റ്റർ കേസി ജോൺ അത് പ്രസംഗിച്ചത്. पास्टर केसी जो ने ये प्रचार किया था. കരുവേറ്റായിലെ ബേത്ലഹേം ആണെന്ന് തോന്നുന്നു ആ ബൈബിൾ സ്കൂളിന്റെ പേര്. ബേത്ലഹേം ബൈബിൾ സ്കൂളിൽ നടന്നൊരു കൺവെൻഷനാണ്. बेथलेहम बाइबल स्कूल के एक ग्राउंड पर एक कन्वेंशन हुआ था. ഹല്ലേലൂയ. എനിക്ക് തോന്നി കർത്താവ് എന്നോട് സംസാരിക്കും. मुझे लगा परमेश्वर मुझसे बात कर रहा है. ഞാൻ പറഞ്ഞു, കർത്താവേ എന്നോടാ ഇത് പറയുന്നത്. मैंने कहा कि हे परमेश्वर, ये वचन मुझसे बात कर रही है. എല്ലാം തീർന്നു പോയെന്ന് തോന്നുമ്പോൾ, जब हमें लगे कि सब कुछ समाप्त ഇനി हो ഒരു गया, ഭാവിയില്ലെന്ന് തോന്നുമ്പോൾ, अभी मेरा कोई भविष्य എല്ലാ नहीं വഴികളും അടഞ്ഞെന്ന് रहा, തോന്നുമ്പോൾ, जब लगे कि सारी ഈ रास्ता बंद മരുഭൂമിയിൽ हो ഞാൻ गई है, ചുറ്റിത്തിരിഞ്ഞ് തീർന്നെന്ന് തോന്നുമ്പോൾ, इस मरुस्थल पर मैं भटक कर नाश हो जाऊंगा, जब हमें ऐसा എന്നോടുള്ള लगेगा, ദൈവിക വാഗ്ദത്തമുണ്ട്. तो एक परमेश्वर की वादा है. ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുകയാണ്. परमेश्वर के एक बहुत बड़ा एनकाउंटर, एक मुठभेड़ आपके साथ होने ഒരു जा വലിയ रही है. ഇടപെടൽ നിന്റെ ജീവിതത്തിൽ एक बहुत बड़ा मुठभेड़ आपके साथ होने जा रही है. കർത്താവ് നിന്നെ ചൂണ്ടിയിട്ട് പറയാൻ പോകുകയാണ്, परमेश्वर आपकी और उंगली മോശെ, ഞാൻ നിന്നെ कहने തിരഞ്ഞെടുത്തിരിക്കുകയാ. लगा है, हे मूसा, मैंने तुझे चुन लिया എന്റെ है. പദ്ധതി നിന്റെ മേലുണ്ട്. मेरी योजनाएं तेरे ऊपर पड़ी हुई है. I am the one who use nobodies. मैं एक ऐसा परमेश्वर हूँ जो कुछ नहीं है, ऐसा व्यक्ति का Manifest इस्तेमाल करता my हूँ, glory
through your life. मैं मेरी महिमा तुम्हारे जीवन के द्वारा प्रकट करने जा रहा हूँ. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? अगर आप में से किसी को भी अगर ऐसा लग रहा है, ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഒരാളോടായിരിക്കാം പറയുന്നത്. हो सकता है कि मीटिंग बैठा हो कोई एक व्यक्ति से ये बात कर रहा होगा. പലപ്പോഴും അങ്ങനെ കേട്ടോ. परमेश्वर हमेशा ऐसा ही बात करता है. 99 വിട്ടിട്ട് बाकी 99 को भी छोड़कर ക്ഷീണിച്ചിരിക്കുന്ന ഒന്നിന്റെ പുറകെ പോകുന്ന കർത്താവ്, थके हुए एक व्यक्ति के पीछे जाने वाला परमेश्वर. പക്ഷേ ഇവിടെ ഇരിക്കുന്ന 99% ആളുകൾക്ക് കണക്ട് ചെയ്യുന്നില്ലായിരിക്കാം. हो सकता है कि ये संदेश यहाँ पर बैठने वाले 99 लोगों को भी समझ नहीं आ रहा होगा. പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരുടെ ഉള്ളത്തെ നോക്കിയിട്ട് പറയുക, लेकिन पवित्र आत्मा किसी के हृदय को देखकर आज कह रही है എനിക്ക് നിന്നെ വേണമെന്ന്, कि मुझे तेरी जरूरत എനിക്ക് है, നിന്നെ വേണമെന്ന്, मुझे तेरी जरूरत നിന്നെ है. എഴുതി തള്ളുകയില്ലെന്ന്. मैं आपको यूं ही फेंक नहीं दूंगा. ശത്രുവിന്റെ കരത്തിൽ നിന്ന്, शत्रु के हाथों से, നൈൽ നദിയുടെ ഞാങ്ങണയിടയിൽ കിടക്കുന്ന വന്യജീവികളുടെ വായിൽ നിന്ന് नील नदी के बीच में पड़े हुए सर्प प्रकार के നിന്നെ ഞാൻ വലിച്ചെടുത്ത്, जीव-जंतुओं के बीच में से तुझे खींच कर നിന്നെ ഞാൻ उठाकर, വലിച്ചെടുത്ത്, मैं तुझे खींच कर നിന്റെ उठाकर വലക്കരം ഞാൻ പിടിച്ച് तेरे दाहिने हाथ को നീ पकड़ ചെല്ലേണ്ട कर ഓരോ ഡെസ്റ്റിനേഷനിൽ तू जहाँ जाना നീ അറിയാതെ നിന്നെ നടത്തിയെങ്കിൽ अगर तू नहीं जाने पे मुझे you were not planning your future. आप आपके फ्यूचर का प्लान You were not walking according to your will. आप आपकी मर्जी के अनुसार But he was चल holding रहे your हैं. right hand. वो आपके दाहिने हाथ को He पकड़े was हैं. guiding you. वो आपको चला He रहा was है. taking you to the right वो destination. आपको सही मार्ग की ओर, सही डेस्टिनी की ओर चला रहा है. शदुरी There is somebody who is holding your right hand. ऐसा परमेश्वर है जो आपके दाहिने हाथ को पकड़ा है. Tell you are precious in the sight of आप God. परमेश्वर की नजर में सम्माननीय You are है. the apple of his eyes. आप परमेश्वर की आंखों की पुतली है. You are precious. You are honorable. आप सम्माननीय है. He loves you. वो आपसे बहुत प्रेम रखता है. He do not want to throw you away. वो आपको छोड़ना नहीं चाहता. और रबा शदुरी Hallelujah. रिखमाना व रबा शथुना. അപ്പ നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ पिता अगर आपके हाथ को पकड़ा है तो നിങ്ങൾ തകരത്തില്ല കേട്ടോ. आप कभी नष्ट नहीं होंगे. ദിവസങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ പലയിടത്ത് പറഞ്ഞ കാര്യം, इन दिनों में कई बार मैंने कई जगह पर कही है, അപ്പയുടെ കൈ ഞാൻ പിടിച്ചതല്ല, पिता के हाथ को मैंने नहीं पकड़ा है, അപ്പ എന്നെ പിടിച്ചേക്കുക. अप्पा ने मुझे पकड़ रखा है. അപ്പ എന്നെ പിടിച്ചേക്കുക. उसने मुझे पकड़ रखा है. അപ്പയുടെ കൈ ഞാൻ പിടിച്ചാൽ उसके हाथों को अगर मैं पकड़ूं, അപ്പനും മോനും കൂടി ഇങ്ങനെ നടന്നു പോവുക. जब बेटा और पिता के साथ चल रहा ഞാൻ है, കഴിഞ്ഞ സൺഡേ ഇത് പറഞ്ഞോന്ന് എനിക്കറിയാം. मैंने कहा है ये संडे में यहाँ पर 2-3 जगह पर मैं कह അപ്പനും चुका മോനും हूँ. ഇങ്ങനെ നടന്നു പോകുക. जब बेटा और पिता जब साथ चल रहा है, അപ്പം പറഞ്ഞു മോനെ എന്റെ കൈ മുറുക്ക പിടിച്ചോളാൻ പറഞ്ഞു. तो पिता ने कहा कि बेटा मेरे हाथ को जोर से पकड़ लेना. മോൻ ബുദ്ധിയുള്ള മോനാ. बेटा थोड़ा दिमाग वाला बेटा മോൻ है. ബുദ്ധിയോട് പറഞ്ഞു वो बुद्धिमानी के साथ कहा, അപ്പ എന്റെ കൈ പിടിച്ചാ മതി. अप्पा तू मेरा हाथ पकड़ ഞാൻ लेना. അപ്പയുടെ കൈ പിടിച്ചാൽ अगर मैं अप्पा का हाथ पकड़ നടക്കുന്ന लूंगा, വഴിയിൽ चलते समय ഒരു കല്ലിൽ തട്ടിയ एक पत्थर पर ठेस എന്റെ लगकर കൈ അയയും, मेरा हाथ खुल सकता है, ഞാൻ വീണു പോകും. मैं गिर सकता हूँ. അതുകൊണ്ട് इसलिए ഞാൻ അപ്പയുടെ കൈ പിടിച്ചല്ല मैं നടക്കുന്നത്. अप्पा के हाथ पकड़ कर नहीं चल रहा हूँ. അപ്പ എന്റെ കൈയത് പിടിച്ചോ. अप्पा मेरा हाथ पकड़ कर चला ഞാൻ रहा है. തട്ടിയാലും अगर मेरे ठेस लग ഞാൻ गई വീണു है, പോകാതെ मैं नहीं गिरूंगा, അപ്പയുടെ ബലമുള്ള കൈ क्योंकि अप्पा का हाथ എന്നെ പിടിച്ചു നിർത്തുമെന്ന്. मुझे पकड़ कर खड़ा ഞാൻ कर അപ്പയുടെ देगा. കൈ പിടിച്ചാൽ मैं अगर अब्बा का हाथ എനിക്ക് पकड़ूंगा, വല്ലപ്പോഴുമൊക്കെ തോന്നുന്ന എന്റെ ലാപ്പർവാഹി കൊണ്ട്, എന്റെ ഇറസ്പോൺസിബിലിറ്റി കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള വഴിക്ക് ഞാൻ പോകും. अगर मैं हाथ पकड़ कर रखूंगा तो मेरी मर्जी के अनुसार, मेरे केयरलेसनेस के द्वारा, मेरे इररिस्पांसिबिलिटीज की वजह मैं अपने रास्ते पर चलूंगा. യേശു അപ്പ എന്റെ കൈ പിടിച്ചാൽ लेकिन यीशु अप्पा अगर मेरे हाथों को ഞാൻ पकड़ लेगा, പറയുന്ന വഴിക്കല്ല, तो जहां पर मैं बोलूंगा उस रास्ते पर അവൻ എന്നെ नहीं, വലിക്കുമെന്ന്, वो मुझे खींच के लेके അവൻ എന്നെ जाएगा, വലിക്കുമെന്ന്. वो मुझे खींच कर लेके जाएगा. ഹല്ലേലൂയ. अपने सारे जीवन भर എന്നെ അടുത്തേക്ക് വലിക്കുമെന്ന്, वो अपने पास खींचेगा, അവിടുത്തെ പെർഫെക്റ്റ് വില്ലിലേക്ക് വലിച്ചെടുക്കുമെന്ന്. उसके सिद्ध इच्छा की ओर मुझे खींच ले जाएगा. ഉത്തമഗീതം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, एक सॉन्ग ऑफ सोलोमन पहला चैप्टर में लिखा എന്നെ गया है, വലിക്കണേന്ന്. मुझे खींच ले. മുझे खींच ले. അല്ലേ? ഹല്ലേലൂയ.
നമ്മൾ പാടത്തില്ലേ നീ എന്നെ വലിക്കണമെന്ന്. हम गीतों में भी गाते हैं कि तू मुझे ആ, खींच ആ, ले। എത്ര പേർ പറയും, എന്നെ ഒന്ന് വലിക്കുക. कितने लोग आज कहेंगे कि मुझे मेरे खींच हाथ ले, को വലിക്ക്. अपने पास मुझे I खींच am ले। not holding you. मैं तुझे नहीं पकड़ा हूँ, I am not holding you. मैं तुझे नहीं पकड़ा तू हूँ। मुझे खींच ले. रबा शधुना रिखमना बरबा शधुनी ओ रिखबरबा शधुना यीशुवे दौड़ूंगा, तू मुझे खींच ले, मैं तेरे पीछे दौड़ूंगा। कितना लोग कहेगा प्रभु मुझे खींच ले. तू मुझे खींच ले, मैं तेरे पीछे दौड़ूंगा। तेरे ही प्यार में प्रभु मैंने सब कुछ पा लिया। तेरे ही प्यार में प्रभु मैंने सब कुछ पा लिया। तेरे ही प्यार में प्रभु मैंने सब कुछ पा लिया। तेरे ही प्यार में प्रभु मैंने कुछ पा लिया। तेरे पीछे हम चले, हम मुड़ने ना दो। तेरे पीछे हम चले, हम मुड़ने ना देंगे। तेरे ही प्यार में प्रभु मैंने सब कुछ पा लिया। तेरे ही प्यार में प्रभु मैंने सब कुछ पा लिया। तेरे पीछे हम चले, हमें मुड़ने ना दे। तेरे पीछे हम चले, हमें मुड़ने ना दे। ഹല്ലേലൂയ. हालेलुया। ഉത്തമഗീതം 1:4 പറയുക, Song of Solomon chapter 1 verse നിന്റെ 4 പിന്നാലെ എന്നെ വലിക്ക, तेरे पीछे मुझे खींच ले, നിന്റെ പിന്നാലെ എന്നെ വലിക്ക. तेरे पीछे मुझे खींच ले। ആരോടാ പറയുന്നത്? किससे कह रहा है ये? തന്റെ തന്റെ പ്രിയപ്പെട്ടവനോട്, अपने प्रियतम से कह रहा തന്റെ है, മണവാളനോട്. अपने दुल्हा से कह रहा है। ആരാന്നറിയാമോ? कौन है वो? 7ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 7वें आयत में कहा है, എന്റെ പ്രാണപ്രിയനെ നീ പറഞ്ഞു തരിക, मेरे हे प्राण प्रिय तू मुझे നീ बता कर ആടുകളെ दे, മേയ്ക്കുന്നത് എവിടെ? तू कहाँ पर भेड़ों को चरा रहा ഉച്ചയ്ക്ക് है, കിടത്തുന്നത് എവിടെ? तू दोपहर को से कहाँ सुलाता है। ഹല്ലേലൂയ. ഇതാ ചോദ്യം. അപ്പോൾ ये है सवाल, ഇവൻ ആരാണ്? ये कौन है? ഒരു ഇടയച്ചെറുക്കനാ കേട്ടോ. ये एक चरवाहा है, ഇതൊരു ഇടയച്ചെറുക്കനാ. ये एक चरवाहा है। ഈ ശുലേമേറ്റ് പറയുന്നത് ഹല്ലേലൂയ, शूनेम की स्त्री की लड़की कह रही, कुंवारी कह रही है എനിക്കൊരു ഇടയച്ചെറുക്കനുണ്ട്. कि मुझे एक चरवाहा है। സത്യത്തിൽ ഈ ശുലേംകാരത്തി പെൺകുട്ടിയെ, ये शूनेम कुंवारी, ഇതിന്റെ കഥ അറിയാമല്ലോ. आप इसकी कहानी जानते हो ना, सॉन्ग ऑफ सोलोमन की कहानी जानते हो ना। ശലോമോൻ രാജാവ് सुलेमान राजा തനിക്ക് തന്റെ മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിച്ചപ്പോൾ जब उन्होंने अपनी दाख की बारी को जब देखने गया, അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. वहाँ एक लड़की से वो ഒരു मिलता है। ശൂലേംകാരത്തി പെൺകുട്ടി. वो शूनेम की एक कुंवारी थी। ശലോമോൻ അവളെ
തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. सुलेमान ने उसे अपना राजमहल पर लेकर आया, അവന് വിവാഹം കഴിക്കാനാണ് കൊണ്ടുവന്നത്. उससे विवाह करने के लिए लेकर പക്ഷേ ഈ आया. ശൂലേംകാരത്തി എന്ത് പറഞ്ഞിട്ടും ശലോമോന്റെ ഓഫർ സ്വീകരിക്കുന്നില്ല. लेकिन ये शूनेम स्त्री जो कुंवारी है वो कुछ भी सुलेमान की बातों पर ऑफर देने पर वो मान नहीं ശലോമോൻ रही വലിയ है. കൊട്ടാരം കൊടുത്തു അവൾക്ക്. सुलेमान राजा ने बहुत बड़ा राजमहल दिया उसे. ശലോമോൻ വലിയ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. सुलेमान राजा ने उसे सब कुछ देने को तैयार हो गया. അന്നത്തെ കാലത്ത് ശലോമോൻ രാജാവിനെ കല്യാണം കഴിക്കാൻ പെൺപിള്ളാർ ക്യൂ നിൽക്കുന്ന उस സമയം जमाने में सुलेमान राजा से विवाह करने के लिए लड़कियां जो है वो बहुत सारे क्यू में रहती थी. ഇവള് പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. लेकिन इस लड़की ने कहा कि ശലോമോൻ मुझे ഭയങ്കര नहीं സുന്ദരനാണ്, चाहिए. सुलेमान ജ്ഞാനിയാണ്, बहुत सुंदर രാജാവാണ്. है, राजाओं का राजा है. ദേവദാരു കൊണ്ടുണ്ടാക്കിയ കൊട്ടാരമുണ്ട്. वो देवदारू से बनाया हुआ उसका राजमहल है. ഈ സപ്രപഞ്ച കട്ടിൽ എന്ന് പറയും. അതൊക്കെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എനിക്കറിയത്തില്ല. രാജാവ് കിടക്കുന്ന കട്ടിലാ കേട്ടോ, അതുപോലുള്ള കട്ടിലുണ്ട്. राजा का सोने के अलग से खास उसका ആനക്കൊമ്പ് बेड, കൊണ്ടുള്ള കാലൊക്കെ പിടിപ്പിച്ച हाथी के സ്വർണം കെട്ടിയ जो കട്ടിലൊക്കെ ഉണ്ട്. वो हड्डी से बनाया हुआ हड्डी बेड नहीं. सब है. ഹല്ലേലൂയ. ടസ്ക് ദാത് ഹല്ലേലൂയ. दांत, हाँ, ഹല്ലേലൂയ. दांत से बना हुआ. എന്നിട്ട് ഇവൾക്ക് മനസ്സ് മാറുന്നില്ല. फिर भी उसका मन नहीं पिघल रहा. ശലോമോന് വലിയ അത്ഭുതം തോന്നി. सुलेमान बहुत चकित हो गया. ശലോമോൻ ജെറുസലേമിലെ മറ്റ് പെൺകുട്ടികളെ, ജെറുസലേം പുത്രിമാരെ ഇവിടെ അടുക്കൽ അയച്ചു. सलोमो ने जेरूशलेम की पुत्रियों को इसके पास भेजा എന്നിട്ട് ഈ ശലോമോനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. और सुलेमान के बारे में वे कहने लगे, ഇവളുടെ മനസ്സ് മാറ്റാൻ, इसके मन को बदलने के लिए. ശലോമോനെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. ഇവളുടെ सुलेमान മനസ്സ് के മാറ്റാൻ. बारे में अच्छी अच्छी बातें कहने लगा कि इसके मन बदल जाए. എനിക്കൊരു ആട്ടിടയച്ചെടുക്കനുണ്ട്. तो इस लड़की ने कहा कि नहीं, मुझे नहीं चाहिए, मेरा एक चरवाहा है. എന്തൊരു ഭ്രാന്തൻ സ്നേഹമെന്നറിയാമോ? क्या प्रेम था उस लड़के के साथ. അതുകൊണ്ടാ കേരളക്കരയിൽ ഞങ്ങളുടെ നാട്ടുകാരൻ CS മാത്യു സാറ് പാടിയത്. तो हमारे CS मैथ्यू सर ने इस प्रकार से गीत को गाया है. ജെറുസലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം. ആ ജെറുസലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം. സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര രാഗധാരം ജാരന്മാരെ മാറിക്കുമോ വത്സല മണ്ണ് പ്രതി മാണിക്യം കഴിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം കഴിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര ആകുലരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണ് പ്രതി മാണിക്യം കഴിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം കഴിയുകില്ല ഞാൻ. ഓ വെള്ളത്തിൽ കുമേള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ ആ വെള്ളത്തിൽ കുമേള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകയും സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര ആകുലരെ വരിക്കുമോ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഹല്ലേലൂയ. हालेलुया. സങ്കടമുണ്ട്, ഇങ്ങനൊരു പാട്ടൊന്നും ഹിന്ദിയിലില്ല. ऐसे ऐसे गीत है हिंदी में नहीं है, बहुत बड़ी दुख की ഇതെന്തോ बात है. പാട്ടാന്നറിയാമോ? क्या मतलब है इसका? യെരൂശലേം പുത്രിമാരുടെ ചുറ്റും നിന്ന് यरूशलेम की पुत्रियां मेरे चारों ओर खड़ी रही. എന്റെ പ്രിയനോടുള്ള എന്റെ സ്നേഹത്തെ കവരുവാൻ, മോഷ്ടിക്കുവാൻ ശ്രമിച്ചാലും मेरा प्रिय के साथ जो मेरा प्रेम था उसे चुराने की कोशिश ഈ करे तो മണ്ണെ भी പ്രതി इस दुनिया के लिए മാണിക്യം ഞാൻ വെടിയുകയില്ല. स्वर्ग को मैं नहीं छोड़ूंगा. इस मिट्टी के लिए ഈ മണ്ണെ मैं പ്രതി मेरा मोती को छोड़ने वाला नहीं है. ആമേൻ. ഞാൻ എന്റെ മാണിക്യം വിടുകയില്ല. യേശുവിന്റെ മാണിക്യമാ കേട്ടോ. യേശു मेरा मोती ചില है. വിളിച്ചു പറഞ്ഞാട്ടെ, कुछ लोग कहे യേശുവിന്റെ മാണിക്യമാ. यीशु मेरा मोती है. ഇപ്പൊ ഇവിടെ ഈ സ്നേഹം കണ്ടിട്ട് तो इस लड़की ने जब इनका प्रेम को देखकर ജെറുസലേം പുത്രിമാർ ചോദിച്ചു, तो जेरूशलेम की पुत्रियों ने पूछा, ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞ ശലോമോൻ ഹല്ലേലൂയ ഒരു വാക്ക് ഞങ്ങളോട് പറയാൻ ഞങ്ങൾ നോക്കിക്കുക. हम तो सुलेमान के एक शब्द के लिए इंतजार कर रहे हैं. നിന്റെ ഇടയച്ചെറുക്കൻ എന്താ പ്രത്യേകതയുള്ളത്? तेरा उस चरवाहे लड़के की क्या इतनी बड़ी खासियत है? ഇത്ര സ്നേഹം തോന്നാൻ എന്താ तुझसे quality? क्यों इतना प्रेम है उसके साथ? അവള് പറയുന്ന കഥയുണ്ട് കേട്ടോ. तो वो एक स्टोरी बताती है. നാരകത്തിന്റെ ചുവട്ടില എന്റെ അമ്മ എന്നെ പ്രസവിച്ചത്. जब मैं एक एक
नींबू का पेड़ का जब एक संतरा का नींबू के पेड़ का पेड़- नीचे मेरा जन्म हो गया. के पेड़ के नीचे मेरा जन्म എന്നെ हुआ था, ജനിച്ച എന്റെ അമ്മ അവിടെ ഉപേക്ഷിച്ചു പോയതാ तो കേട്ടോ. मेरे जन्म के बाद मेरी माता मुझे वहाँ छोड़कर അതുവഴി चले ഒരു जाती ഇടയച്ചെറുക്കൻ है। വന്നു. तो वहाँ पर एक चरवाहा लड़का आता അവനാ है, എന്നെ എടുത്തു വളർത്തിയത്. उसने मुझे उठाकर मेरा पालन അവനാണ് पोषण എന്നെ किया, എടുത്തു വളർത്തിയത്. उसने मेरा पालन पोषण किया, उसने ഇങ്ങനെ मुझे ചരിത്രം उठाया। പറയുന്നത് इतिहास ऐसा ഈ सिखाता है, ഇടയച്ചെറുക്കൻ ये ऐसा जो चरवाहा ഇവൾക്ക് വേണ്ടി लड़का സിംഹത്തോട് പോലും യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന്. सिंह से भी इसने युद्ध किया അങ്ങനെ है, ഒരു ട്രഡീഷൻ പറയുന്നത് കേട്ടോ. ऐसा एक चरित्र അവന്റെ बताती ശരീരം है। മുഴുവൻ മുറിവുകളാ. उसके शरीर में पूरे घाव അവന്റെ लगे हैं, മുഖത്തൊന്നും വലിയ സൗന്ദര്യമൊന്നുമില്ല കേട്ടോ. वो खुद उतना सुंदर कुछ नहीं था। കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ച് യേശുവിന്റെ ബാഹ്യ സൗന്ദര്യമല്ല നമ്മളെ യേശുവിലേക്ക് അടുപ്പിക്കുന്നതെന്ന്. मैंने पिछले दिन कहा कि यीशु का बाहर का सौंदर्यता नहीं हमें उसकी ओर जो खींचता അത് है। നമുക്കൊക്കെ സങ്കടമാണ്. യേശു വലിയ പേഴ്സണാലിറ്റി ഇല്ലാത്ത വലിയ ഖൂബ്സൂരത്തൊന്നും അല്ല എന്ന് പ്രസംഗിക്കുന്നത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് കേൾക്കാൻ. यीशु का उतना खूबसूरती नहीं था, ऐसा बोलने में हमें दुख लगता है। ഹായ് ഉത്തമഗീതത്തിൽ തന്നെ ഉണ്ട്. लेकिन सॉन्ग ऑफ सोलोमन में कहा गया है, श्रेष्ठ गीत में हालेलुया। कहा है। താങ്ക് യു ജീസസ്. ഇവരോർത്ത് ഈ മുഖത്തൊക്കെ ഇങ്ങനെയുള്ള ഒരു ഇടയച്ചെറുക്കൻ, പിന്നെ ഇങ്ങനെ കാട്ടിൽ അലഞ്ഞു നടക്കുന്നവൻ, ഇവനെ എന്തിനാ ഇവള് സ്നേഹിക്കുന്നത്? तो यरूशलेम के पुत्रियों ने सोचा कि एक ऐसा लड़का जो जंगल में घूम फिर रहा है, चेहरे में तो कोई सुंदर नहीं, इतने ऐसे लड़के से क्यों इतना बड़ा प्रेम कर रही है? പറയുന്നത് यशायाह 53 में कहा है, അവൻ കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായി. उसका चेहरा इतना विरूप हो गया, विकृत हो गया कि उसे देखकर समझ भी ആരെയും नहीं पा रहा ആകർഷിക്കുന്ന था कि वो സൗന്ദര്യം कौन ആരും है। അവന് കണ്ടില്ല. उसे अट्रैक्ट करने वाला, आकर्षित करने वाला सुंदरता यीशु के चेहरे पर नहीं दिखा। എന്തുകൊണ്ടെന്ന് അറിയാമോ? क्यों नहीं दिखा? നിനക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, आपके लिए वो इस जमीन पर, इस धरती पर उतर आया। നിനക്ക് വേണ്ടി മുറിവേറ്റത് കൊണ്ട്, आपके लिए उसने अपने घावे उठाई, നിനക്ക് വേണ്ടി സാത്താനുമായിട്ട് മല്ല് പിടിച്ചത് കൊണ്ട്, आपके लिए उसने शैतान के ഇവള് साथ കഥ युद्ध പറയുക. किया। ये कहानी बता रही അവൻ है, തന്റെ ജീവൻ തന്നെ രക്ഷിച്ചവനാ. उसने अपना जीवन देकर मुझे छुड़ाया था। അവന്റെ ബാഹ്യ സൗന്ദര്യമല്ല വിഷയം. उसकी बाहर की सुंदरता नहीं है അവൻ തരാൻ खासियत, പോകുന്ന കൊട്ടാരമല്ല എനിക്ക് വിഷയം. तू देने वाला राजमहल नहीं है मेरा खासियत। അവർ ചോദിച്ചു, നിന്റെ പ്രിയൻ എന്ത് വിശേഷതയാ? उसने पूछा तेरा प्रिय का क्या ആരും खासियत है? കാണാത്തൊരു ആന്തരിക സൗന്ദര്യം അവള് കണ്ടു. जो कोई नहीं देखा वैसा अंदर की खूबसूरती को ഭൂമിയിൽ उसने ആരും കാണാത്ത देखा। യേശുവിന്റെ ഒരു സൗന്ദര്യമുണ്ട് കേട്ടോ. भूमि में कोई नहीं देखता एक वैसा खूबसूरती അത് है, കണ്ടവർ അവനെ ആരാധിക്കും. जो उसे देख लेता है वो उसकी आराधना करता है। പത്മോസിൽ അത് യോഹന്നാൻ കണ്ടു. पत्मोस में उस यूहन्ना ने उसे മഹത്വം देखा। വാരി പുതച്ചു आमेन। നിൽക്കുന്ന യേശുവിനെ പത്മോസിൽ യോഹന്നാൻ കണ്ടു. महिमा से भरा हुआ यीशु को पत्मोस में यूहन्ना ने देखा। മഹത്വം വാരി പുതച്ചു നിൽക്കുന്ന महिमा को घेर कर खड़ा होने वाला ജെറുസലേം यीशु। പുത്രിമാർ അവനോട് ചോദിക്കുകയാണ്, यरूशलेम की पुत्रियां उसे पूछती നിന്റെ है, പ്രിയൻ എന്ത് വിശേഷത? तेरा प्रिय की क्या खासियत है? അവള് വിളിച്ചു പറഞ്ഞു, उसने चिल्ला कर कहा, 10,000 പേർക്കളിൽ പരമസുന്ദരനായ 10,000 में भी सुंदर है, മണവാളൻ ഒരുവൻ മാത്രം. मेरा दूल्हा वो एक ही है। 10,000 പേർക്കളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ഓ മണവാളൻ ഒരുവൻ മാത്രം. ഓ മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. 10,000 പേർക്കളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർക്കളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. വിശുദ്ധീൻ അലങ്കാര പൂടവതരിച്ചു ചെന്ന് മണവാട്ടി ഒരുങ്ങി നിൽക്കേ. വിശുദ്ധീൻ അലങ്കാര പൂടവതരിച്ചും കൊണ്ട് മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവനെ വെളി കഴിച്ചിടുമേ. പരിശുദ്ധ ഗണ
ഇവയോർത്തിട്ടാനന്ദ നൃത്തം ചെയ്യാൻ എന്റെ കാലുകൾ കൊതിച്ചിടുന്നേ. ഇവയോർത്തിട്ടാനന്ദ നൃത്തം ചെയ്യാൻ എന്റെ കാലുകൾ കൊതിച്ചിടുന്നേ. കാലുകൾ കൊതിച്ചിടുന്നേ. കാലുകൾ കൊതിച്ചിടുന്നേ. കാന്തയായി പരിണതി ചന്തമില്ലായുഗം തേജസ്സിൽ കൂടെ വാഴുമേ. കാന്തയായി പരിണതി ചന്തമില്ലായുഗം തേജസ്സിൽ കൂടെ വാഴുമേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. हालेलुया। ഈ പെൺകുട്ടിയോട് ചോദിക്കാം, നിന്റെ പ്രിയൻ എന്ത് വിശേഷതയുണ്ടെന്ന്. तो इस कुंवारी से पूछते हैं कि तेरा प्रिय की क्या खासियत है। അവള് പറയുന്ന മറുപടിയാ കേട്ടോ. तो वो उत्तर ऐसा प्रकार से देती है, 10,000 പരമസുന്ദരൻ. वो 10,000 में भी सुंदर है, परम सुंदर है। എന്റെ യേശു 10,000 പരമസുന്ദരൻ. मेरा यीशु 10,000 में परम सुंदर है। പിന്നെന്താ പാടുന്നത്? फिर क्या गाती ഇവ है? ഓർത്തിട്ട് ആനന്ദ നൃത്തം ചെയ്യാൻ എന്റെ കാലുകൾ കൊതിക്കുന്നെന്ന്. उसके बारे में जब मैं सोचती हूँ तो आनंद से मैं नाचने के लिए मेरे पैर जो है वो चाहता है, ആനന്ദ നൃത്തം ചെയ്യുവാൻ, आनंद की नृत्य करने के ആനന്ദ लिए, നൃത്തം ചെയ്യണം കേട്ടോ. आनंद से नाचना है। ദൈവസഭയ്ക്കകത്ത് വന്ന സന്തോഷത്തോടു കൂടി ആരാധിക്കണം. परमेश्वर की उपस्थिति में जब आते हैं तो ദുഃഖമെല്ലാം खुशी के പോയെന്ന്, साथ നമ്മുടെ ഭാരമെല്ലാം नाचना है। പോയെന്ന്. आपका दुख सब जाता है, നിങ്ങൾ बोझ निकल സന്തോഷത്തോടെ जाता ആരാധിച്ചാട്ടെ. है, खुशी के साथ आप आराधना करने പിശാചിന്റെ लगे। ആഗ്രഹം നിങ്ങൾ തലകുനിച്ചിരിക്കണം. शैतान चाहता है कि आप सर झुकाकर बैठे रहे। ആരാധനാലയത്തിൽ വന്നിട്ട് ആനന്ദത്തോടെ ആരാധിച്ച് ശക്തിപ്പെടണം. आराधनालय के अंदर खुशी कर बल को प्राप्त करना है। ഹല്ലേലൂയ. हालेलुया। പറയാ, നിന്റെ പിന്നാലെ എന്നെ വലിക്ക്. तो ये कहते तेरे पीछे मुझे खींच ले। യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? क्या आप यीशु से प्रेम रखते हो? നിങ്ങൾ പറഞ്ഞാട്ട് നിന്റെ പിന്നാലെ എന്നെ तो വലിക്കണം. कहो कि यीशु अपने पीछे मुझे खींच ले, നിന്റെ ഇഷ്ടത്തിന്റെ വഴിയിൽ എന്നെ വലിക്കണമേ. तेरे इच्छा के मार्गों पर मुझे खींच ले। എന്റെ ഹിതമല്ല, मेरी इच्छा नहीं, നിന്റെ വഴിയിൽ എന്നെ വലിക്കണമേ. परमेश्वर की इच्छा पर मुझे ഓ തൂ മുझे खींच ले. നീ എന്നെ വലിക്കുമാറാകണമേ। ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കാണുകയാ. मैं आत्मा में देख रहा हूँ, നിങ്ങളുടെ വലങ്കരത്തെ കർത്താവ് പിടിച്ചിരിക്കുക. आपके दाहिने हाथ को परमेश्वर पकड़ रखा ഞാൻ है। ആത്മാവിൽ കാണുകയാ. मैं आत्मा में देखता हूँ, നീ വീണു പോകാതെ നിന്റെ കരം അവൻ പിടിച്ചിരിക്കുക. आपके हाथों को वो थामा हुआ है। ഞാൻ ആത്മാവിൽ കാണുകയാ. मैं आत्मा में അവൻ देख നിന്നെ रहा വലങ്കരം हूँ, പിടിച്ച് वो आपके दाहिने हाथ को നീ पकड़कर അറിയാത്ത പാതകളിലൂടെ, आप जो नहीं जानते वैसे रास्तों से, നിനക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ आप जहाँ नहीं जाना चाहते അവൻ उन നിന്നെ रास्तों से കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. वो आपको ले जा रहा है। You are heading to the right direction. आप सही मार्ग पर चल रहे Child, do हो। not worry about your future. आप आपके भविष्य के बारे में You सोचकर may मत be डरो। confused. आप कंफ्यूज हो Jesus सकते हैं, യേശു ഒരിക്കലും confused അല്ല. लेकिन यीशु मसीह कभी भी कंफ्यूज नहीं होता। confused ആകാം. आप कंफ्यूज हो But सकते your हैं, master knows your destination. आपका मालिक जानता है He आपका is taking you to the destination, right direction. वो आपको सही मार्ग से लेके ഒരു जा വഴി रहा है। അടയുമ്പോൾ, ഒരു വഴി അടയുമ്പോൾ जब एक द्वार बंद हो जाता है, സങ്കടപ്പെടേണ്ട. अब संकट അത് दुखी मत സ്വർഗ്ഗം हो। അടച്ചതിന്റെ കാരണം स्वर्ग ने इसलिए बंद അതിൽ किया है ശ്രേഷ്ഠമായ എന്തോ നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. क्योंकि उससे भी एक बहुत बड़ा परमेश्वर आपके लिए प्लान कर रहा है। പക്ഷേ നീ മരുഭൂമിക്ക് വളമായി തീരുകയില്ല. हे मूसा, तू मरुस्थल में खाद बनकर खत्म नहीं പക്ഷേ ഈ होगा। മരുഭൂമിക്ക് നീ വളമായി തീരുകയില്ല. हे मूसा, तू इस मरुभूमि के अंदर एक പക്ഷേ खत्म नहीं होगा। ഈ മരുഭൂമിയിൽ ഒടുങ്ങേണ്ടവനല്ല നീ കേട്ടോ. इस मरुभूमि में खत्म होने के लिए नहीं है तू। മോശയുടെ ചിന്ത ഇവിടെ ഞാൻ തീരുമെന്ന, मूसा का सोच मैं यहाँ खत्म हो ഇവിടെ जाऊंगा, എന്റെ വാഗ്ദത്തങ്ങൾ തീരുമെന്ന. इधर मेरी वादाएं खत्म हो जाएगी। മോശയുടെ ചിന്ത ഞാനൊരു ആട്ടിടയനായി അവസാനിക്കുമെന്ന. मूसा ने ये सोचा कि मैं चरवाहा बनकर जीवन അമ്മായപ്പന്റെ ആടിനെ समाप्त हो തീറ്റി जाएगा। എന്റെ ജീവിതം തീരുമെന്ന മോശ ചിന്തിച്ചത്. मेरे ससुर का भेड़ बकरी चरा कर मेरा जीवन समाप्त हो जाएगा, ऐसा मूसा ने सोचा था। പക്ഷേ നീ മനസ്സിലാക്കിക്കോ, लेकिन तुम समझ लो,
ദൈവം ഒരിക്കലും താമസിക്കത്തില്ല. परमेश्वर कभी देरी नहीं God never करता. say that, oh, I'm sorry, I'm late. परमेश्वर Hallelujah. नहीं कहते कि सॉरी मैं लेट हो गया. ദൈവം എപ്പോഴും പറയുന്നത്, परमेश्वर हमेशा ഞാൻ कहता കറക്റ്റ് है ടൈമിനാ വന്നിരിക്കുന്നത്. मैं सही समय पर This is आया the हूँ. day. यही वो दिन This is the है. moment of your life. यही आपके जीवन का वो समय है. ലമ ശഖന അൽപ്പം 80ാമത്തെ വയസ്സ് 80 के उम्र में അത് ലേറ്റ് അല്ല മോശെ. वो लेट नहीं है അത് मूसा. ദൈവം നിന്റെ ജീവിതത്തിൽ ആക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. वो परमेश्वर अपने जीवन में काम करने की शुरुआत है. When world says that everything is over, जब दुनिया कहती है सब कुछ समाप्त हो गया, there God manifest his power. उधर परमेश्वर अपनी शक्ति को प्रकट ഇന്ന് करवाता പകൽക്കാലം है. പരിശുദ്ധനാമ ചിലർ നോക്കി പറയുക, आज पवित्रात्मा किसी को ലോകം അവസാനിച്ചെന്ന് പറയുന്നിടത്ത് जहाँ दुनिया कहती है कि समाप्त हो നിനക്ക് വേണ്ടി गया, തുടങ്ങുന്ന ഒരു സ്വർഗത്തിന്റെ പദ്ധതിയുണ്ട്. आपके लिए शुरुआत होने वाली परमेश्वर की एक योजना है. ലോകം ഫുൾ സ്റ്റോപ്പ് ഇട്ടടുത്ത് जहाँ दुनिया ने विराम चिन्ह लगाया, ആ ഫുൾ സ്റ്റോപ്പിന്റെ മേളിൽ ഹല്ലേലൂയ താഴെ ഒരു വരയും കൂടെ വരച്ചു കഴിയുമ്പോൾ उस विराम चिन्ह की वहां पर एक बिंदु भी लगाकर, അതിനോട് ചേർത്തൊരു ലൈൻ വരച്ചു കഴിയുമ്പോൾ उसके साथ मिलाकर നിന്റെ ഫുൾ സ്റ്റോപ്പിനെ എക്സ്ക്ലമേഷൻ മാർക്കാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി. उस विराम चिन्ह को भी एक्सक्लेमेटरी मार्क में बदलने वाला परमेश्वर की योजना. ആത്മാവിനെ ദൂത് പറയുക. आत्मा में मैं वाणी ഇന്ന് कह പകൽക്കാലം रहा हूं. ചിലർക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയെടുത്ത് आज किसी को जहां पर विराम चिन्ह डालकर बंद സ്വർഗത്തിലെ किया, ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ പോകുക. स्वर्ग की परमेश्वर का एक मुठभेड़ Heaven is going to है. intervene in your problem. परमेश्वर आपके प्रश्नों को इंटरफियर कर रहा है. Heaven is going to encounter your problem. परमेश्वर आपके प्रश्नों के साथ एक मुठभेड़ Moses, करने जा रहा है. Moses Hey, Musa. is not just an encounter for you. केवल आपका नहीं मुठभेड़ है ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ള ഒരു എൻകൗണ്ടർ അല്ല. ये एनकाउंटर सिर्फ आपके ഇതൊരു साथ नहीं. ജനതയുടെ പ്രശ്നങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ ഇടപെടല. ये एक प्रजा की मुसीबतों के साथ का एक मुठभेड़ है. മോശെ തകർന്ന നിന്റെ ജീവിതത്തെ പണിക മാത്രമല്ല എന്റെ ലക്ഷ്യം. हे मूसा, टूटा हुआ तेरे जीवन को बनाना ही नहीं है मेरा लक्ष्य. It's not just an encounter for you, Moses. आमेन. ये एनकाउंटर सिर्फ मूसा, सिर्फ तेरे लिए नहीं It's an है. encounter for your problems. ये सिर्फ तेरे प्रश्नों के लिए मुठभेड़ नहीं है. It's an encounter for my people. ये मेरा प्रजा के लिए एक एनकाउंटर है. ദൈവാത്മാവ് ചിലരെ നോക്കി പറയുക, परमेश्वर किसी को നിന്റെ देखकर कह വിടുതൽ रहा है, നിന്റെ വ്യക്തിപരമായ വിടുതലല്ല, आपका छुटकारा आपका व्यक्तिगत ഒരു छुटकारा नहीं ജനതയുടെ है. एक बहुत बड़ी प्रजा का, ഒരു ജനതയുടെ एक बहुत बड़ी प्रजा അടിമ का ചങ്ങലയെ പൊട്ടിക്കുന്ന गुलामी के जंजीरों को तोड़ने ഒരു के लिए, ജനതയുടെ അടിമ ചങ്ങലയെ പൊട്ടിക്കുന്ന एक प्रजा के गुलामी के जंजीरों को रमशल तोड़ने कमन के रगदल लिए, कड़ग ओ शदन, रबा शेरे थे रिखारबा, ओ रिखमना बरबा शदना, शखना रमशल कमन, ओ रिखमना बरबा, रिबल खमना बरबा शदना. ഹല്ലേലൂയ. हालेलुया. അമ്മായപ്പന്റെ ആടിനെ തീറ്റി മരുഭൂമിയിൽ തീരാനുള്ളവനല്ല നീ. ससुर के भेड़ों को पालकर उस मरुभूमि में समाप्त होने के लिए नहीं है तुझे. तू നീ എന്റെ ജനത്തിന്റെ ഇടയനാകാനുള്ളവനാ. मेरे प्रजा के बीच में जाने का है. നീ എന്റെ ജനത്തിന്റെ ഇടയനാകാനുള്ളവനാ. मेरी प्रजा का चरवाहा बनना है. ലക്ഷങ്ങൾ വരുന്ന ഇസ്രായേൽ ജനതയെ लक्ष्य लाखों जो जनता है इस्राएल के അവരെ जनता, മരുഭൂമിയിലൂടെ നടത്തുന്ന उस जनता को मरुभूमि से चलाने के लिए ഹല്ലേലൂയ ഒരു അൺക്വസ്റ്റ്യനബിൾ ലീഡറിനെ പോലെ बिना प्रश्न पूछने वाला एक लीडर के ഒരു समान ജനതയെ നയിക്കുവാൻ एक प्रजा को चलाने के സ്വർഗ്ഗം लिए നിന്നെ കണ്ടെത്തിയിരിക്കുകയാ. स्वर्ग ने आपको चुना നിങ്ങൾ है. പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുന്നു, आज पवित्रात्मा किसी को देखकर You कह are रही है, precious. आप बहुमूल्य है. You are precious. आप बहुमूल्य है. You are a precious stone. आप बहुमूल्य पत्थर है. अब परमेश्वर का नजरों में अनमोल. आमेन. നിങ്ങൾ വിലയേറിയവനോ. हाँ हालेलुया. മോശേ, हे मूसा, നിന്റെ ജീവിതത്തിൽ നീ പരാജയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. आपके जीवन में आप पराजित हुआ होगा. നീ തോറ്റത് നിന്നെ പഠിപ്പിച്ച പാഠമുണ്ട്. आपको लगा होगा कि आप हार चुके हो. നീ ഒന്നുമല്ലെന്ന്. आप कुछ नहीं है. ആ ഏറ്റുപറച്ചിൽ जब कबूल कर कहोगे,
സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. तो स्वर्ग आपका इस्तेमाल करेगा. നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? क्या आप हार चुके हो? കട്ടറി പോയിട്ടുണ്ടോ? क्या आप गटर पर गिर चुके हो? കീച്ചടി വീണ് പോയിട്ടുണ്ടോ? क्या आप कीचड़ पर गिरे हो? അത് നിങ്ങളെ വലിച്ചെടുക്കുന്നു, तो वो आपको खींच कर उठाता है, വലങ്കരം പിടിക്കുന്നു. आपके दाहिने हाथ को पकड़ेगा. ഓ ദൽദൽ മേ ഡൂബാ ഹുവാ ഹോഗാ. നിങ്ങൾ ചെളിയിൽ വീണിട്ടുണ്ടായിരിക്കാം. അങ്ങനെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് കേട്ടോ. भजन संगीता वाला वैसा कहता है. സങ്കീർത്തനക്കാരൻ പറഞ്ഞെന്നറിയോ? भजन संगीता वाला कहा क्या कहा है? ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ ഭവിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ. തുതിക്കുമെന്നും ഞാൻ ഓർത്തീശനെ, വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിൽ. ഓർത്തീശനെ. ओ दलदल में गिरा पड़ा था याद करूं तो, दुर्गंध में पड़ा मेरा जीवन था. ओ दलदल में गिरा पड़ा था याद करूं तो, दुर्गंध में पड़ा मेरा जीवन था. बदल दिया है मेरे जीवन को, कभी न बदला उसके करुणा से. बदल दिया है मेरे जीवन को, कभी न बदलता उसके करुणा से. गाओ स्तुति में प्रभु की, तेरी आयुषी में गाओ स्तुति में, गाओ स्तुति में प्रभु की, मेरी मायूसी में याद किया उसने. गाओ स्तुति में प्रभु की, मेरी मायूसी में याद किया उसने. हालेलुया. गाओ स्तुति में प्रभु की, मेरी मायूसी में याद किया उसने. ओ दलदल में गिरा पड़ा था याद करूं तो, दुर्गंध में पड़ा मेरा जीवन था. ओ दलदल में गिरा पड़ा था याद करूं तो, दुर्गंध में पड़ा मेरा जीवन था. बदल दिया है मेरे जीवन को कभी न बदलता उसकी करुणा से. बदल दिया है मेरे जीवन को, कभी न बदलता उसकी करुणा से. ओ गाओ स्तुति में प्रभु की, मेरी मायूसी में याद किया मुझे ओ गाओ स्तुति में प्रभु की, मेरी मायूसी में याद किया उसने. हालेलुया. हालेलुया. दलदल में गिरा तो भी, ചേറ്റിൽ വീണു പോയാലും, कीचड़ में गिरा तो भी, ചെളിയിൽ വീണു പോയാലും, गटर में गिरा तो भी, ഗട്ടറിൽ വീണാലും, दलदल में गिरा तो भी, ചേറ്റിൽ വീണു कुंदन പോയാലും. कुंदन है. कुंदन. ഹലോ, हालेलुया. കുന്തൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗോൾഡ്. सोना सोना ही रहेगा. हालेलुया. कुंदन मूल्य कम होगा क्या? कुछ लोग चिल्ला के कहा ना, दलदल में गिरा तभी दलदल में गिरा तो कुंदन कुंदन है. कुंदन कुंदन है. कुछ लोग नया ये वर्ड सीखा है ना. അമേൻ അമേൻ. हालेलुया. जब मैं मार्केट में घूमते था മാർക്കറ്റിൽ तो നടക്കുമ്പോൾ ये शब्द मैंने सुना, कुंदन. ഈ ശബ്ദം ഞാൻ मैं കേട്ടു. काम करने का समय में ഞാൻ ജോലി ചെയ്യുന്ന स्टोर करके रखा സമയത്ത് है. സ്റ്റോർ ചെയ്ത് വെച്ചു. दलदल में गिरा तो भी आपका मूल्य कम नहीं. അമേൻ. ചെളിയിൽ വീണാൽ നിങ്ങളുടെ വില കുറഞ്ഞു खींच പോകുകയില്ല. के उभारेगा. അവൻ അവിടെ എടുത്ത് നിങ്ങളെ उसका വലിക്കും. हाथ उतर के आके അവന്റെ കരം ഇറങ്ങി आपका വന്ന് दाहिना हाथ पकड़ के നിങ്ങളുടെ വലം കൈ खींच പിടിച്ച് के निकालेगा. നിങ്ങളെ വലിച്ചെടുക്കും. खींच के निकालेगा. വലിച്ചെടുക്കും. खींच के निकालेगा. വലിച്ചെടുക്കും. He is holding your right hand. അവൻ നിങ്ങളുടെ വലം കൈ He is going to പിടിച്ച് pull you out. അവൻ നിങ്ങളെ വലിച്ചെടുക്കും. He is going to drag you out. അവൻ നിങ്ങളെ വലിച്ചെടുക്കും. Oh
शखना रम शखमना रगदले हर दल बंदने रगदल खडगर शांतने जुबना रग तालियां बजाकर थोड़ा सा प्रभु को धन्यवाद दे आराधना करो रे थे रेखे बरबशे रिखमना बरबशधुना रिबल खमना बरबशधुनी ओ रेखे रे थे रिखबरब रिबल खमना बरबशधुना थैंक यू जीसस जुबना रगदल खडगर शांतना परमेश्वर मूसा को कहा ദൈവം മോശയോട് പറഞ്ഞു I'm going to send you. ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ क्या कहा? എന്താ പറഞ്ഞത് परमेश्वर ने कहा नहीं ദൈവം ഇങ്ങനെയല്ല പറഞ്ഞത് I'm going to choose you. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്നല്ല God said that I'm going to send you. ദൈവം പറഞ്ഞു ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ मैं आज सुबह आपको कहना चाहता ഞാൻ നിങ്ങളോട് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു हालेलुया ഹല്ലേലൂയ कुछ लोगों को प्रभु कह रहे ചിലരോട് ദൈവം പറയുന്നു ऐसा नहीं कह रहा हूं ഇങ്ങനെയല്ല പറയുന്നേ come to Exodus chapter 3 Exodus chapter 3 oh hallelujah निर्गमन 33 3 chapter 3 ചാപ്റ്റർ 3 उधर मूसा का एनकाउंटर हम देख सकते हैं അവിടെ മോശയുടെ എൻകൗണ്ടർ കാണാം परमेश्वर मूसा को कहा नहीं Moses I chose you ദൈവം ഇങ്ങനെ പറഞ്ഞില്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ല सुन रहे हैं सब लोग എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ ऐसा करना चाहिए ना नहीं माँ का कोख में उत्पन्न होने से पहले चुना है ആമേൻ ആമേൻ हाँ മാതാവിന്റെ ഗർഭത്തിൽ Already you are a chosen മുമ്പേ person. നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് turn to your neighbor and say നിങ്ങളുടെ അയൽവക്കത്തേക്ക് നോക്കി പറയുക you are a chosen person നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ You are a chosen person. ഹൽമാന റംഷൽ കമന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് कितने लोग समझ रहे हैं നിങ്ങൾ ഇന്നല്ല തിരഞ്ഞെടുക്കുന്നത് കേട്ടോ आपको आज नहीं चुना നിങ്ങൾ है പണ്ട് തിരഞ്ഞെടുത്തതാണ് आपको पहले ही चुना है ശിശു സുന്ദരനെന്ന് നമ്മെപ്പന്മാർ കാണുന്നതിന് മുമ്പേ തിരഞ്ഞെടുത്തതാണ് जब माता पिता ने देखा कि बालक सुंदर है उसके पहले ही चुन लिया था हालेलुया chosen चुना हुआ ജനിക്കുന്നതിന് മുമ്പേ തിരഞ്ഞെടുത്ത കേട്ടോ आपके जन्म से पहले ही चुन लिया എന്നാ था ദൈവാത്മാവ് പറയുക कुछ लोग से you are a chosen person आप चुने हुए व्यक्ति even हो before your birth आपके जन्म से जुबाना पहले राम शखामाना राम तल कदले पवित्र आत्मा का बहुत बड़ा सामर्थ सबके बच्चों का छूला प्रभु जी आप चुने हुए हो you are a chosen person आप चुने हुए व्यक्ति हो അങ്ങനെ തിരഞ്ഞെടുത്തത് കൊണ്ടാ ऐसे चुना हुआ है करके നിന്റെ അമ്മ അപ്പന് രാജാവിനെ ഭയപ്പെടാതിരുന്നത് इसीलिए माता पिता ने राजा की आज्ञा से भी नहीं डरा राजा से भी नहीं നിങ്ങൾ डरा പറയാ മോശയുടെ അമ്മയപ്പനും ഭയങ്കര ധൈര്യമാണ് आप सोचते होंगे मूसा के माता पिता का बहुत हिम्मत है അങ്ങനല്ല ദൈവമക്കളെ ऐसे नहीं है प्रियो ദൈവം തെരഞ്ഞെടുത്തവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവം അവരെ തെരഞ്ഞെടുത്തപ്പോൾ आमेन आमेन जब परमेश्वर को चुना परमेश्वर के द्वारा चुना हुआ उस मूसा को प्रोटेक्ट करने के लिए जब परमेश्वर ने उनको चुना അവർക്കറിയാത്തൊരു ധൈര്യം അകത്ത് നിറയുക वो नहीं बिना जाने ही उनके अंदर एक बहुत ഇത് बड़ी എവിടുന്ന് हिम्मत आती കിട്ടുന്നതാ? है ये हिम्मत कहाँ से ഇത് आती എവിടുന്ന് है കിട്ടുന്നതാ? ये हिम्मत कहाँ से आती है ഇത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ये ധൈര്യമാണ് पवित्र आत्मा देने वाली हिम्मत है ഞാൻ ഒത്തിരി ദൈവമക്കളെ കണ്ടിട്ടുണ്ട് मैंने बहुत सारे परमेश्वर के बच्चों को ഇന്ന് देखा നോർത്ത് है ഇന്ത്യയിൽ കാണുന്നു आज नॉर्थ इंडिया में ഒരു ധൈര്യത്തോടു കൂടെ പറയുക अब बहुत ही हिम्मत ही എന്നെ आपके साथ वो കൊന്നാലും कहते ശരി, हैं ഞാൻ യേശുവിനെ കൈവിടത്തില്ല मुझे मर भी जो भी चलेगा मैं इस यीशु को छोड़ूंगा എവിടുന്ന नहीं പാസ്റ്റർ ഈ ധൈര്യം कहाँ से पास्टर ये എവിടുന്ന हिम्मत സഹോദരി ഈ ധൈര്യം ये बहन कहाँ से आपको ये हिम्मत ഇത് മനുഷ്യന്റെ ധൈര്യമല്ല കേട്ടോ ये मनुष्य द्वारा दिया हुआ बल नहीं है ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം मैं आत्मा में एक वाणी कहता हूँ നമ്മൾ എത്ര വലിയ പ്രശ്നത്തിൽ കൂടെ പോയാലും हम कितनी बड़ी मुसीबत से भी गुजरेंगे ഞാൻ നിങ്ങൾ ഓരോരുത്തരും നോക്കിയിട്ട് പേര് പറഞ്ഞ് ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് मैं एक एक व्यक्ति को देखकर नाम लेकर मैं कहना चाहता हूँ നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നത്തിൽ കൂടെ പോകുന്നത് आप कितनी बड़ी मुसीबत से भी I want गुजरे to call your name but hallelujah ഞാൻ അത് അവോയ്ഡ് ചെയ്യുക मैं नाम लेना चाहता ഇത് हूँ लेकिन मैं എല്ലാവരും avoid പിടിച്ചോണം कर रहा കേട്ടോ. हूँ ഇതെല്ലാവരും പിടിച്ചോണം. ये वाणी अब स्वीकार करना ഇതെല്ലാവരും പിടിച്ചോണം तुरंत ही सभी लोग പിടിച്ചിട്ട് പറയണം, स्वीकार എനിക്കുള്ള ദൂതാന്ന് करना പറയണം. और कहना कि ये वाणी आपके लिए है എനിക്കുള്ള ദൂതാന്ന് പറയണം ये आपकी भविष्यवाणी है കെസി ജോൺ പാസ്റ്റർ
കരുവറ്റ കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ ദൂത് പിടിച്ച പോലെ നിങ്ങൾ പറയണം ഇത് എനിക്കുള്ള ദൂതാന്ന് जिस പറയണം. प्रकार से कन्वेंशन में बैठकर मैंने हेलो। उस वचन को पकड़ा, वैसे आपको इस वाणी को पकड़कर कहना है कि ये आपका वचन അങ്ങനെ है। എത്രയോ അനുഭവം എനിക്കുണ്ടെന്നറിയാം. वैसा बहुत अनुभव मेरे जीवन में है। സ്റ്റേജിൽ പറയുന്ന ദൂത് जब परमेश्वर के दास लोग स्टेज पर कहते हैं, ക്രൗഡിന്റെ ഇടയിൽ ഇരുന്ന് तो मैं उस झुंड के बीच में ആത്മാവിൽ बैठकर, ആരാധിച്ച് പിടിച്ചതിന്റെ ഗുണമാ आमेन, ഇന്ന് ഈ സ്റ്റേജിൽ आमेन, आमेन, ഇരിക്കുന്നത്. आमेन। आत्मा में पकड़कर आराधना करने का नतीजा है मैं आज यहाँ पर खड़ा हूँ। ഞാൻ ഇന്ന് ഓർക്കുന്നു मैं आज भी याद करता हूँ 97 1997 में സിഎമ്മിന്റെ ക്യാമ്പിന് एक सीएम के कैंप में ഒരു ശനിയാഴ്ച एक शनिवार ഫിന്നി ജേക്കബ് എന്ന് പറയുന്ന പാസ്റ്റർ പ്രസംഗിക്കുക. फिन्नी जैकब नाम के एक पास्टर प्रचार कर रहे थे। അദ്ദേഹം പ്രസംഗിച്ചു. जब उन्होंने प्रचार किया, ഹല്ലേലൂയ. അബ്രഹാം കുഴിച്ച കിണറുകളെ ഫിലിസ്ത്യർ മൂടി. अब्राहम ने जिन कुओं को खोदा, फिलिस्ती ने आके उसे बंद कर दिया। ഫിലിസ്ത്യർ മൂടി. फिलिस्तियों ने बंद किया, പക്ഷേ ഇസ്ഹാക്ക് അതിനെ റീഓപ്പൺ ചെയ്തു. लेकिन इसहाक उसे वापस खोला। ഞാൻ പറഞ്ഞ അത് ദൂത് എനിക്കാ. वो मैंने कहा वो वाणी मेरे എന്റെ लिए ചില है। മൂടിയതിനെ സ്വർഗത്തിൽ ദൈവം റീഓപ്പൺ ചെയ്യാൻ പോകും. मेरे जीवन में जो कुछ बंद किया है उसे स्वर्ग वापस खोलने जा रहा ദൂത് है। പിടിച്ചോണം കേട്ടോ. वाणी को पकड़ लेना। ആ സെക്ഷൻ കഴിഞ്ഞപ്പോ उस सेशन के बाद ആരാണ്ടൊക്കെ ആ പ്രസംഗത്തെ ഒത്തിരി വിമർശിച്ചു. बहुत लोग ने आके उस प्रचार को बहुत കഥയെല്ലാം ഞാൻ പറയുന്നില്ല. कॉन्ट्राडिक्ट किया। കഥയെല്ലാം ഞാൻ പറയുന്നില്ല. मैंने पूरा कहानी नहीं बता रही हूँ। ആ പ്രസംഗത്തെ വിമർശിച്ചു. उस प्रचार को कॉन्ट्राडिक्ट പക്ഷേ किया, ആ ദൂത് लेकिन वो എന്റെ അകത്ത് वाणी കയറി കത്തി. मेरे अंदर आकर जलने ആ लगा। ദൂത് वो वाणी എന്റെ മൂടിയ കിണറിനെ സ്വർഗം തുറക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. मेरे बंद द्वारों को परमेश्वर खोले करके मैंने विश्वास किया। ദൂത് പിടിച്ചോണം. वाणी को पकड़ लेना। ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ദൂത് നമ്മുടെ മുകളിലേക്ക് എറിയുമ്പോൾ ചാടി പിടിച്ചോണം. जब पवित्र आत्मा यहाँ पर कुछ वाणी को जब भेजता है तो उससे आप कूद कर पकड़ लेना। പരിശുദ്ധാത്മാവിനോട് പറയുന്നു पिछले दिनों में पवित्र आत्मा ने ഈ मुझसे कहा, ദിവസങ്ങളിൽ നമ്മളൊരു റിവൈവൽ അനുഭവിക്കാൻ പോകും. इन दिनों में हम एक बेदारी का अनुभव करने जा रहे हैं। ചർച്ചയ്ക്കകത്തൊരു റിവൈവൽ അനുഭവിക്കാൻ പോകും. कलीसिया के अंदर एक God is बेदारी going to का do अनुभव something. करने जा रहे हैं। Get ready for परमेश्वर that. कुछ करने जा रहा Get है। ready for that. तैयार हो जाओ। Prepare for a revival. एक बेदारी के लिए तैयार हो Something is going to जाओ। happen. कुछ होने जा We are going to रहा है। witness a great move of God in our midst. परमेश्वर का बहुत बड़ा चलन हम हमारे बीच में देखने जा रहे हैं। ജീവിതത്തിൽ ഏറ്റവും വലിയ ചാലഞ്ചിനെ നീ നേരിടുമ്പോൾ जब हम अपने जीवन में सबसे बड़ा मुसीबत का सामना करते हैं, നിനക്കൊരു അസാധാരണ ധൈര്യം. हमें एक असाधारण हियाव हमारे अंदर आती है, ആളുകൾ ചോദിക്കും, हिम्मत। എങ്ങനെ ബ്രദർ ഇത് നേരിടുന്നത്? तो हम सोचते हैं कि हे भाई तुम कैसे इसका सामना करते हो। ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. आत्मा में मैं एक वाणी നീ कहता हूँ, നേരിട്ടതല്ല കേട്ടോ. അത് നീ നേരിട്ടതല്ല കേട്ടോ. वो आपने सामना नहीं നിന്റെ किया, ബലമല്ല കേട്ടോ. आपका बल नहीं है। യേശു കർത്താവ് ഗെത്സമനയിൽ നിലവിളിച്ചു, यीशु मसीह ने गेत्सेमने में रोया, അപ്പാ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. हे पिता अगर पॉसिबल है तो ये कटोरा मेरे जीवन से हट जाए, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം लेकिन നടക്കണം. मेरी इच्छा नहीं तेरी इच्छा। മറുപടി കിട്ടി. उत्तर मिला। എന്താ മറുപടി കിട്ടി? क्या था वो उत्तर? പാനപാത്രം നീക്കിയില്ല. वहां से कटोरा ഒരു नहीं हटाया, സ്വർഗ്ഗദൂതൻ ഇറങ്ങി വന്നിട്ട് लेकिन एक स्वर्गदूत उतर आया। ഒരു സ്വർഗ്ഗദൂതൻ ഇറങ്ങി വന്നിട്ട് एक स्वर्गदूत उतर आकर വചനം പറയുന്നു वचन कहता है യേശുവിനെ ബലപ്പെടുത്തിയെന്ന്. यीशु को बलवंत किया। ഹാ, हालेलुया। പാനപാത്രം മാറിയില്ല, कटोरा नहीं हटा, പക്ഷെ കഷ്ടതയിലൂടെ പോകുവാൻ, लेकिन उस തീച്ചൂളയിലൂടെ പോകുവാൻ, अग्नि में से गुजरने के ചലഞ്ചിനെ लिए നേരിടാൻ उसे ഒരു फिर सामना करने के लिए അസാധാരണ ധൈര്യം. एक असाधारण बल। रिखबा रबा शतुना കരകളെ അടിച്ചാട്ടെ, കരകളെ അടിച്ചാട്ടെ. ताली बजाकर इसका स्वीकार करें, उस असाधारण बल को स्वीकार करें। आगे ചോദിക്കും. शतुना ആളുകൾ ചോദിക്കും, लोग पूछेंगे അബ്രാം ഇഖേബോദ് മോശയുടെ അമ്മയപ്പനും. मूसा की माता पिता के बारे में। നമ്മുടെ ഇന്നത്തെ കാലമാണ് പത്രക്കാർ ചോദിക്കും, इस जमाना है तो न्यूज़पेपर व न्यूज़ वाले पूछेंगे എവിടുന്നാ ഈ ധൈര്യം കിട്ടിയത്? कहां से ये हिम्मत आया। അല്ലേ? ओ रिखबा എവിടുന്നാ रबा കിട്ടിയത്? कहां से ये हियाव मिला ഇപ്പൊ आपको। ഓസ്ട്രേലിയയിൽ ഒരു കൊച്ചു ചെറുക്കനോട് ആളുകൾ ചോദിക്കുക, എവിടുന്ന് ഈ ധൈര്യം കിട്ടിയത്? ऑस्ट्रेलिया में एक लड़का से एक വലിയ सब पूछ रहे പോപ്പുലർ हैं। ആയില്ല. എത്ര പേര് കണ്ടു? ഒന്ന് കൈവയ്ക്ക്. ഓസ്ട്രേലിയയിൽ ഒരു കൊച്ചു ചെറുക്കന്റെ കഥ എത്ര പേര് കണ്ടു? കൈ ധൈര്യമായിട്ട് പൊക്കെ. ഞാൻ വഴക്ക് പറയാൻ വേണ്ടി അല്ല കേട്ടോ, കാണാത്തവര് കൂടുതലുണ്ടെങ്കിൽ കഥ പറഞ്ഞു തരാൻ വേണ്ടിയാ. കണ്ടില്ല? ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. ऑस्ट्रेलिया में एक घटना हुई। ഒരു കുടുംബം एक परिवार സർഫിങ്ങിനെ കണ്ടുപോയത് അല്ലേ? सर्फिंग के लिए गए थे।
ഒരു കുടുംബം പോയതാ समुद्र में फिशिंग के लिए ഫിഷിങ്ങിന് പോയതാ. समुद्र में फिशिंग के ഒരു लिए गए കരയിൽ थे। നിന്ന് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരം പോയി അവർ. उस किनारे से 4-5 किलोमीटर പക്ഷെ अंदर चले गए। തിരയടിച്ച് സംതിങ് ലൈക്ക് ദാറ്റ് അവരുടെ വള്ളം ഉൾട്ടായി പോയി, മുങ്ങിപ്പോയി. उनका शिप उस पानी में डूब गया, ഇവർ ഈ उल्टा हो गया। വള്ളത്തെ പിടിച്ച് കിടക്കുക. तो ये उस बोट पर पकड़कर അവർ पड़ा है। കരയരുത്, उसने बोला कोई रोना मत, വർഷിപ്പ്. हम आराधना करेंगे। आमेन आमेन കടലിൽ 4 കിലോമീറ്റർ ദൂരെ വള്ളം മുങ്ങി കിടക്കുന്ന ഒരു കുടുംബം ആരാധിക്കുക. आमेन। उस नाव पर उल्टा पलटकर उसको पकड़कर पड़ा है और वे आराधना कर रहे കുടുംബം हैं। എന്നുള്ള മെസ്സേജ് പ്രസംഗിക്കാൻ വന്നത്. आमेन। मैं परिवार एक संदेश प्रचार करने आया, लेकिन उस पर मैं प्रवेश नहीं कर पाया। ഇറങ്ങിയപ്പോൾ കുടുംബത്തെ കുറിച്ച് പ്രസംഗിക്കാനാണ് मैं വന്നത്. परिवार के बारे में प्रचार करने के लिए വെള്ളിയാഴ്ച आया। പ്രസംഗിച്ചതിന്റെ ബാക്കി പ്രസംഗിക്കാനാണ് വന്നത്. पिछले फ्राइडे प्रचार किया, പക്ഷെ उसका बाकी प्रचार करने को आया। 99 വിട്ടിട്ട് ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുക. लेकिन 99 को छोड़कर परमेश्वर ഇതിനകത്ത് किसी ആരോ एक ഒരാൾ से बात ഉണ്ട് कर ഈ रहा है। ദൂതിന് വേണ്ടിയുള്ളത്. यहाँ पर कोई एक നീ व्यक्ति പിടിച്ചോളൂ है इस കേട്ടോ. पानी के लिए, पकड़ നീ പിടിച്ചോളൂ लेना, കേട്ടോ. पकड़ लेना। ओ रिखबरब ബാക്കി എല്ലാവരും വെറും കൈയായി പോയാലും बाकी सभी लोग खाली हाथ चले someone in the जाएंगे, crowd must say लेकिन इस झुंड में से कोई this message is for me. ये संदेश मेरे लिए ഇത് है, എനിക്കുള്ള സന്ദേശമാണ്. ये संदेश मेरे लिए है। ओ रिखबरब അവര് പറഞ്ഞു, उन्होंने कहा നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിക്കും, हमारा परमेश्वर हमें छुड़ाएगा, എന്തെങ്കിലും സംഭവിക്കും, कुछ तो നമ്മൾ होगा, മുങ്ങിച്ചാകത്തില്ല. हम मरेंगे They नहीं। start to praise God. वो परमेश्वर की स्तुति They start करने to लगे, pray. वे स्तुति करने लगे, അവർ അലറി കരഞ്ഞില്ല, वे रोए नहीं, അവർ പ്രാർത്ഥിച്ചു. वे प्रार्थना करने लगे। അമ്മ പറഞ്ഞു, माता ने ഈ कहा കൂട്ടത്തിൽ ഏറ്റവും നല്ലവണ്ണം നീന്താൻ അറിയുന്നത് इस हमारे बीच में सबसे अच्छे से जिसको तैरने आता അവരുടെ है കൊച്ചു മോന. वो सबसे छोटा बेटा को था। 10-11 9 years 10 years something like that 13 years okay 13 വയസ്സുള്ള ചെറുക്കൻ ഏറ്റവും നല്ലോണം നീന്താൻ 13 साल का लड़का था, उसको सबसे अच्छे से तैरने आता है। അപ്പൊ അവര് പറഞ്ഞു നമ്മൾ ഇവിടെ കിടന്നാൽ രക്ഷപ്പെടത്തില്ല. तो उन्होंने कहा कि हम यहाँ पड़े रहेंगे तो बचेंगे नहीं, कोई तो तैर कर किनारे में पहुंचना ആരെങ്കിലും पड़ेगा, നീന്തി കരക്കെത്തണം. कोई तैर कर किनारे में पहुंचना पड़ेगा। ഏറ്റവും നല്ലതായിട്ട് നീന്താൻ അറിയുന്നത് ഈ മോന. सबसे अच्छे से जिसको तैरने अब आता है हम वो ये मोनो बेटा रोटी मोने? है। तो माता ने बेटा से ഞങ്ങൾ कहा कि ഇവിടെ बेटा wait ചെയ്യാം. हम यहाँ इंतजार നീ करेंगे, നീന്തി കരക്കെത്തിക്കോ. तू तैर कर किनारे ആളുകളെ पहुंच വിളിച്ചു जा, കൂട്ടണം. लोगों को बुला। ഹലോ കേൾക്കണേ നിങ്ങള്, अब सुनना, നീന്തി നീ കരക്കെത്തണം. तू तैर कर किनारे ധൈര്യമായിട്ട് पहुंच പോയിക്കോ, जा। ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. तो हियाव के साथ जा, हम प्रार्थना ഈ करेंगे। ചെറുക്കൻ 4 മൈലോ 4 കിലോമീറ്റർ കണ്ട് നീന്തുക. आमेन। ये लड़का 4 बचो। मील दूरी वो तैर रहा है। പ്രൊഫഷണൽസ് നീന്തത്തില്ല കേട്ടോ. प्रोफेशनल्स जो है उतना तैर നീന്തത്തില്ല, नहीं 4 पाएंगे। കിലോമീറ്റർ ഒക്കെ നീന്താൻ ബുദ്ധിമുട്ടാണ്. 4 किलोमीटर तैरना बोले പക്ഷെ तो അവൻ असंभव है। നീന്തിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, लेकिन जब वो तैर रहा था तो उसने കർത്താവ് എന്റെ कहा കൂടെയുണ്ട്. परमेश्वर मेरे साथ है। ओ रबा my शदुना, रिखमना रबा शदुनी, रिखमना रबा शदुना। ओ जीसस रिखा रबा। Child, when you swim against the current, आप आपके जीवन के विरुद्ध है, आप जब तैरने लगते हो, ആകാശം മുട്ട തിരമാല കുഞ്ഞ് നിന്റെ ജീവിതത്തിന് നേരെ വരുമ്പോൾ आकाश के उतने ऊंचाई पर आपके जीवन में खिलाफ आपकी परेशानियां जब आएगी, നീ വിളിച്ചു പറയണം, आपको चिल्ला कर कहना है യേശു എന്റെ കൂടെ ഉണ്ട്, यीशु मेरे साथ है, ഞാൻ മുങ്ങി പോകത്തില്ല, मैं डूबूंगा नहीं, എന്റെ കൈക്ക് യേശു ബലം തരും, यीशु मेरे हाथों को बल देगा, എനിക്ക് നീന്തണം, मुझे तैरना है, എനിക്ക് നീന്തണം, मुझे तैरना है, എന്റെ കുടുംബത്തെ രക്ഷിക്കണം. मुझे परिवार को बचाना ഈ है। 13 വയസ്സുകാരൻ പറയുക, ये 13 साल का लड़का कह रहा കർത്താവ് എന്നെ है സഹായിക്കും, परमेश्वर मुझे मदद ഞാൻ करेगा, നീന്തും, मैं तैरूंगा, എനിക്ക് എന്റെ കുടുംബത്തെ രക്ഷിക്കണം. मुझे मेरे परिवार को बचाना है। ഓ ഹല്ലേലൂയ ओ ഹല്ലേലൂയ. रिखमना रबा शदुना। ഇതെങ്ങനെ സംഭവിച്ചത്? ये कैसे संभव हुआ? നീന്തി കരയ്ക്ക് കയറി 4 കിലോമീറ്റർ. वो तैर कर किनारे पहुंचा, 4 किलोमीटर था, എന്നിട്ട് അവൻ ആളിനെ കണ്ടുപിടിക്കാൻ 2 കിലോമീറ്റർ ഓടി. लेकिन फिर वो और 2 किलोमीटर भागा किसी को, लोगों को देखने में, हालेलुया। पकड़ने के लिए। അത് കഴിഞ്ഞ് അവൻ ആളിനെ അറിയിച്ചു. फिर वो लोगों को बुलाया, ഓസ്ട്രേലിയൻ പോലീസ് ഉണർന്നു, ऑस्ट्रेलिया की पुलिस ഹെലികോപ്റ്ററുകൾ വന്നു, हेलीकॉप्टर 4 आया, കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ആളുകളെ പൊക്കി അവിടുന്ന്. 4 किलोमीटर दूर पड़े हुए उस परिवार को वहां से उठाया। ഈ യേശു ഇന്നും ജീവിക്കുന്നു. वो यीशु आज भी जीवित है। പത്രക്കാർ ചോദിക്കുക, എങ്ങനെ ഇത് സംഭവിച്ചു, कैसे ये हुआ? എങ്ങനെ കുഞ്ഞാ നീ നീന്തിയത്? सब लोग ने पूछा, हे बच्चा तू कैसे तैर कर आया? ഒരു രഹസ്യം അറിയാമോ? एक सीक्रेट क्या आप जानते हो? എത്ര വലിയ തിരമാല നീ നേരിടുമ്പോഴും कितनी बड़ी लहरें आपके जीवन के खिलाफ സ്വർഗ്ഗദൂതന്മാർ ഇറങ്ങി आएंगे। നിന്നെ ശക്തീകരിക്കും. आमेन। स्वर्गदूत उतर कर आपको बल करेगा। അബ്രാമിക്കാമോദേ, നിനക്ക് എവിടുന്നാ ഈ ബലം കിട്ടിയത്? कहां से तुझे ये बल मिला?
അവര് പറയും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ, मूसा के माता पिता भी ഞങ്ങൾ कहेंगे അത്ര कि मुझे नहीं ധൈര്യശാലികളൊന്നുമല്ല मालूम, കേട്ടോ, हम उतने हिया वाले तो नहीं മിസ്രൈമിലെ है। രാജാവിനെ ഭയപ്പെടാതിരിക്കാൻ അത്ര ധൈര്യശാലികളൊന്നുമല്ല ഞങ്ങൾ. मिस्र के राजा से हम न डरे, उतना हिम्मत हमारे पास तो नहीं है। പക്ഷെ മോശേ, लेकिन है ഇന്ന് मूसा, പകൽ എനിക്ക് നിന്നോട് ഒരു ദൂത് പറയാനുണ്ട്. मुझे आपसे एक वाणी कहने के लिए है। മോശേ, എനിക്ക് നിന്നോട് ഒരു ദൂത് പറയാനുണ്ട്. हे मूसा, मुझे तुझसे एक वाणी कहने को നിങ്ങളുടെ പേര് है। വിളിച്ചോ അവിടെ, आप आपका नाम लेकर बोलो, നിങ്ങളുടെ പേര് വിളിച്ചിട്ട് പറ. आपका ആ नाम മോശ लेकर ഞാനാണെന്ന് പറ. कहो, वो मूसा मैं ഇത് हूँ ചാടി करके बोलो। പിടിച്ചോ. आप वचन को पकड़ लो। ചിലരുടെ മേൽ അസാധാരണ ധൈര്യം വെളിപ്പെടാൻ किसी के പോകുക, ऊपर असाधारण बल आपके unusual ऊपर आ boldness रही വെളിപ്പെടാൻ है। പോകുക. एक असाधारण हियाव आपके ऊपर आ रही है। തിരമാലകളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ പോകുക. लहरों को देखकर हंसते हुए बोलने जा रहे हैं। ഹല്ലേലൂയ. रब शेथे रिखमना ഞാൻ നീന്താൻ रब പോകുക, ഞാൻ നീന്താൻ പോകുക. ओ मैं तैरने जा रहा हूँ। रिखा रब शदुना। യേശുപ്പ കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ अगर यीशु अपने हाथ को थामा है तो നീ മുങ്ങത്തില്ലെന്ന്. आप डूबोगे नहीं। യേശുപ്പ കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ अगर यीशु आपके हाथ थामा है तो നീ തകർന്നു പോകത്തില്ലെന്ന്. आप डूबोगे नहीं। യേശുപ്പ കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ अगर यीशु अपने आपके हाथ को थामे है तो എന്തിനാ യേശുപ്പ നിന്റെ കൈപിടിച്ചത്? यीशु अप्पा ने क्यों आपके हाथ को पकड़ा है? നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെ തെരഞ്ഞെടുത്തതാ आपके जन्म से पहले ही आपको चुना है। കേട്ടോ ദൈവമക്കളെ, നിങ്ങളോട് ദയാൽമാടെ, നീ ജനിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുത്തത്. आपके जन्म से पहले ही आपको चुना है। ഇനിയും നിന്നെ തെരഞ്ഞെടുത്തെന്നല്ല പറയാൻ പോകുന്നത്. अब ये नहीं कहेंगे कि आपको चुना है। ഫസ്റ്റ് സ്റ്റെപ്പ്, മോശ അടുത്ത് വന്നു मूसा पास आया, എന്ന് ആദ്യം പറഞ്ഞത്. क्या कहा? മോശേ, हे मूसा, നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാകിയാൽ तू जहाँ खड़ा है वो एक पवित्र स्थान है। നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അടിച്ചു കളക. तेरे पांवों से जूते उतार दे। हे मूसा, standing in the holy ground, आप एक पवित्र स्थान पर खड़े हो। you are chosen one, तुम चुने हुए हो। you are called to stand in the holy ground. तुझे पवित्र स्थान पर खड़े होने के പഴയ लिए बुलाया മോശയായിട്ട് है। നിനക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. पुराना मूसा बनकर तू जी नहीं നിന്റെ सकता। ചെരുപ്പടിക്കാൻ നീ ഇന്ന് തയ്യാറാണെങ്കിൽ, तेरे जूते उतारने को तू तैयार है ജീവിതത്തിൽ तो സ്വഭാവങ്ങളിൽ ഒരു യു ടേൺ എടുക്കാൻ തയ്യാറാണെങ്കിൽ, आपके जीवन के स्वभावों में एक यू टर्न लेने को तैयार है तो ഇനിയും പറയുന്നത് अब जो നിങ്ങൾ मैं कह ശ്രദ്ധിച്ചു रहा കേട്ടോണം. हूँ ध्यान ഞാൻ से നിന്നെ सुनना। തെരഞ്ഞെടുത്തെന്നല്ല, मैं तुझे चुना करके नहीं। കർത്താവ് പറഞ്ഞത് എന്തെന്നറിയോ? परमेश्वर क्या कहता है? വരിക. आओ। എന്താ പറഞ്ഞത്? क्या कहा? Come. आओ। കർത്താവ് പറയുന്നത് परमेश्वर ने कहा വരിക. आओ। ആ ജനത്തെ വിടുവിക്കാൻ നമുക്ക് പോകാമെന്നാ പറയുന്നത്. आमेन 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 हालेलुया हालेलुया। प्रजा को निंदा- छुड़ाने के लिए हम जाएंगे, ऐसे परमेश्वर ने कहा। നീ പോടാന്നല്ല, तू जा करके नहीं, വാടാ, आओ നമുക്ക് പോകാം. हम जाते हैं। ओ ഒറ്റയ്ക്കല്ല കേട്ടോ. ओ रिबल ഒറ്റയ്ക്കല്ല കേട്ടോ. अकेले ഒരു नहीं വചന हो। വെളിപ്പാട് ഞാൻ വിളിച്ചു പറയുക. एक वचन का प्रकाश If you are a मैं कहता chosen हूं, one, अगर आप if you चुने are a हुए chosen हो, one, अगर आप चुने നിന്നെ हुए കൈ हो പിടിച്ചിട്ട് तो आपके हाथ നിന്നോട് को സ്വർഗ്ഗം पकड़कर പറയാൻ പോകുക. आपको स्वर्ग कह रहा വരിക. है आओ വരിക. आओ। രാംധാന. ओ रिखमाना പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ, 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 आत्मा में ആത്മാവിൽ, ആത്മാവിൽ. रिखा रबाशे रिखमाना वरबाशदुना। ओ जीसस रिखमाना वरबा Show me that scripture. रिबल खमाना दो वरबाशदुना। आयत आगे, दो आयत आगे, रिखमाना दो आयत वरबा आगे. क्या लिखा है? रेथे रेखे अंते राम वरबाशदुना। शकना रामधने. खमाना वरबाशदुना। 10वां वाक्य, 10वां आयत, 10वां आयत, रिखमाना- 10वां आयत. क्या लिखा है उधर? आग्याल वरिगा. इसलिए आओ आ നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. मैं इस्राएली प्रजा को मिस्र से निकालने के लिए मैं तुझे फिरौन के पास भेजता ഇന്ന് हूँ। സ്വർഗം നിന്നെ നോക്കി വിളിക്കാൻ പോകുക. आज स्वर्ग आपको देखकर पुकार रहा है। വരിക. आओ। മലയാളം ട്രാൻസ്ലേഷൻ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വരിക എന്ന് എഴുതിയേക്കുന്നത്. मलयालम में लिखा है कि आओ। ഹിന്ദിയിൽ എഴുതിയേക്കുന്ന ആ. हिंदी में आ It's not करके go, लिखा it should be a. It should be come. है। Hallelujah. जाओ करके नहीं कहा है, आ। कहा है कि आ That translation is good. Therefore, come now. आ जाओ आओ। If someone say come, that means अगर कोई कह रहा है you कि are not आओ, going alone. आप अकेले The नहीं one जा who is रहे holding हो। your
right hand, आपके जो दाहिने हाथ को पकड़ा है, he is walking with you. वो आपके साथ चल You are रहा not going है। to face your challenges by yourself alone. आपके जीवन के मुसीबतों को आप अकेला सामना नहीं कर रहे हो। ദഹിപ്പിക്കുന്ന അഗ്നിയായി जो अग्नि भस्म നിന്റെ करने वाली മുൻപിൽ अग्नि പുറപ്പെട്ട് बनकर आपके सामने चलकर ദഹിപ്പിക്കുന്ന അഗ്നിയായി भस्म करने वाली നിന്റെ अग्नि മുൻപിൽ बनकर പുറപ്പെട്ട് आपके सामने നിന്റെ വലത് കൈ പിടിച്ച് आपके दाहिने हाथ को നിന്റെ വലത് पकड़ കൈ പിടിച്ച് आपके दाहिने हाथ को അല്ലയോ पकड़ പൗലോസേ, हे पौलुस, നിന്റെ വലത് കൈ പിടിച്ച് आपके दाहिने हाथ पकड़ നിന്റെ कर മുമ്പിൽ നടന്ന് आपके सामने താമ്ര चलकर കതകുകളെ പൊളിച്ച് लोहे के द्वारों को तोड़कर ഇരുമ്പോടാമ്പലുകളെ തകർത്ത് लोहे के हर बंधनों को तोड़कर ചിലത് സംഭവിക്കാൻ പോകും. कुछ होने जा रहा है। എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാ सब खड़े हो जाए। എത്ര പേർ പറയും ഇത് എനിക്കുള്ള ദൂതാണ്? शतुना कितने लोग कहेंगे कि ये मेरा वाणी ഇത് है? എനിക്കുള്ള ദൂതാണ്. कितने लोग कहेंगे कि ये मेरे लिए वाणी है? അപ്പ നിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ, अब्बा ने अगर आपके हाथ को पकड़ा है तो, അപ്പ എന്റെ കൈ अगर പിടിച്ചിട്ടുണ്ടെങ്കിൽ अब्बा आपके हाथ को पकड़े हैं तो നീ വീഴത്തില്ല കേട്ടോ. आप गिरोगे नहीं। എന്ന് പറഞ്ഞിട്ട് അപ്പ ഞാൻ നിന്നെ അല്ല, നീ എന്നെ ഒന്ന് പിടിക്കണം. ऐसा कहना कि अब्बा मैं तुझे नहीं, तू मुझे पकड़ लेना। കാല് തട്ടിയാലും अगर मेरे पैर में ठेस लग അപ്പ जाए, എന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ अब्बा अगर मेरा हाथ पकड़ा है तो വീഴുകയില്ല ഞാൻ. तो मैं गिरूंगा नहीं। അപ്പ എന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ अब्बा मेरा हाथ पकड़ा है तो ഞാൻ മുങ്ങിപ്പോകത്തില്ല. मैं डूबूंगा नहीं। പത്രോസിനെ വലിച്ചിങ്ങെടുത്തതുപോലെ पतरस को जैसा खींच कर उठाया, ദൾദളിൽ നിന്ന് വലിച്ചിങ്ങെടുക്കും. दलदल से जैसा खींच कर उठाया, അപ്പ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ अब्बा अगर हाथ पकड़ा है तो ഹല്ലേലൂയ. और रबा ഭയം വേണ്ട കേട്ടോ, ഭയം വേണ്ട കേട്ടോ. भयभीत मत हो। അപ്പ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ अब्बा हाथ पकड़ा है तो he will draw you closer, वो आपको पास खींच लेगा। he will draw you nearer, वो आपको उसके करीब खींच लेगा। he will draw you towards his purpose in your life. उसकी पद्धति की ओर आपको खींचेगा। खींच के लेके जाएगा. വലിച്ചുകൊണ്ട് പോകും। പറഞ്ഞിട്ട് എന്നെ വലിച്ചോണ്ട് പോണേ, कहो कि वो मुझे खींच कर लेके जा, എന്നെ വലിച്ചോണ്ട് പോണേ. मुझे खींच कर लेके जा। അപ്പ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ अब्बा हाथ पकड़ा है तो കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞിട്ട് അപ്പ എന്റെ കൈ പിടിച്ചോണേ. अपने हाथों को स्वर्ग में उठाकर कहे कि अब्बा मेरे हाथ ഞാൻ को നിങ്ങളോട് पकड़ा। ചേർന്ന് പ്രാർത്ഥിക്കുക. मैं आपके साथ मिलकर प्रार्थना करता हूँ। അപ്പ എന്റെ കൈ പിടിച്ചോണേ. अब्बा मेरा हाथ पकड़ लेना। ओ रबा शेरे थेरे खे रबा। ദൈവമക്കളെ ഞാൻ ഉറപ്പിച്ചു പറയാ, मैं आपको एक बात दृढ़ करके ഇത് बताता हूँ। അമ്മയുടെ ഉദരത്തിൽ ദൈവം നിന്നെ കണ്ടത് आपके माता के गर्भ से परमेश्वर ने आपको जो चुना है, മരുഭൂമിക്ക് വളമാകാനല്ല, मरुभूमि में खाद बनने के लिए नहीं है, ആരെങ്കിലും മരുഭൂമിയിൽ അടക്കാനല്ല. आपको मरुस्थल पे गाड़ डालने के മോശയുടെ लिए കഥ नहीं है। നിങ്ങൾക്കറിയാം. मूसा की कहानी को आप जानते പിസ്ഗാ हो। കൊടുമുടിയുടെ മുകളിൽ മോശ കയറി. പിസ്ഗാ കൊടുമുടിയുടെ മുകളിൽ पिस्गा के ऊंचाइयों पर उसने चढ़ा। 120ാമത്തെ വയസ്സിൽ എവിടെ കയറിയെന്ന? 120 के उम्र में वो कहाँ चढ़ा? 120ാമത്തെ വയസ്സിൽ എവിടെ കയറിയെന്ന? 120 की उम्र पर वो कहाँ चढ़ा? പിസ്ഗാ ശരിയല്ലേ? അതോ എല്ലാരും കൂടെ മോശയുടെ ചേറിൽ എടുത്തിട്ട് എടുത്തോട്ട് മേളിൽ കൊണ്ടുപോയെന്നാണോ? या कि उसको कुर्सी पर बिठाकर ऊपर उठा के लेके नहीं गया, ആണോ? वो खुद से पर्वत पर चढ़ा। ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലം കാണാൻ പോയപ്പം പറഞ്ഞു, ഇപ്പൊ 40 വയസ്സുള്ളവർക്ക് ഒരു മുട്ടുവേദന, ഇവിടെ ആളുകൾ എങ്ങനെ കയറുമെന്ന് ചോദിച്ചു. ശരിയല്ലേ? 40 വയസ്സുള്ളവർക്ക് ഒരു മുട്ടുവേദന. अभी 40 साल वालों को भी घुटने में दर्द है। 120 വയസ്സുള്ള അപ്പച്ചൻ ഒറ്റയ്ക്ക് മല കയറുക. अभी देखो 120 वाला मूसा अकेला पर्वत चढ़ रहा है। ആരോഗ്യം कहाँ से मिला वो बल? ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. मैं आत्मा में एक वाणी कहता ഇതിനെ हूँ। കുറിച്ച് ദൈവത്തിന്റെ പർപ്പസ് ഉണ്ടോ? आपके बारे में क्या परमेश्वर की योजना നിന്റെ है? രോഗം നിന്നെ പല്ലൊളിച്ച് കാട്ടുമ്പോൾ आपका बीमारी जब आपके सामने हंस कर നീ പറയണം, दिखाएगा, പന്ന പിശാചേ, आपको कहना है कि हे शैतान, എന്റെ വാഗ്ദത്തം വേറെയാ, मेरी वादा अलग है, എന്റെ വാഗ്ദത്തം വേറെയാ, मेरा promises अलग है, എന്നെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന്. वो मुझे दबा नहीं सकता। രാജാവിന് ഒതുക്കാൻ പറ്റിയില്ലെങ്കിൽ, राजा जब दबा നൈലിന് नहीं ഒതുക്കാൻ सकता, പറ്റിയില്ലെങ്കിൽ, जब नील नदी ഞാൻ मुझे डुबा नहीं മരുഭൂമിക്ക് सकती, വളമാകേണ്ടവനല്ല. मैं मरुभूमि में खाद बनने वाला व्यक्ति नहीं हूँ। ചവിട്ടി കയറുകയാ. वो अभी पर्वत पर चढ़ रहा है। വിശ്വാസത്താൽ ചിലത് പ്രാപിക്കാം കേട്ടോ. विश्वास के साथ कुछ प्राप्त कर ചിലത് सकते हैं। ശരീരത്തിൽ റീസ്റ്റോർ ആകട്ടെ ഇന്ന് പകൽക്കാലം. शरीर में कुछ रिस्टोर होने दे आज। കേട്ടോ? ചില രോഗത്തെ നോക്കി ചവിട്ടി പുറത്താക്കിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, പുറത്തു പോ. कुछ बीमारी को पुरतुवो। देखकर आप आज्ञा दे के बाहर आ चला जाएगा। വാഗ്ദത്തങ്ങൾ നിമിത്തം, वादाओं के द्वारा, തെരഞ്ഞെടുപ്പ് നിമിത്തം, चुनाव के द्वारा ചിലത് പുറത്തു പോ. कुछ बाहर जाने दे। എന്നിട്ട് വചനം പറയുന്നത്, वचन कहता है, മോശേ हे मूसा, ദൈവം അടക്കം ചെയ്തു. परमेश्वर ने किया। ദൈവം അടക്കം ചെയ്തു. मूसा को परमेश्वर ने दफनाया। ഇന്ന് വരെ ലോകത്തിൽ ഒരു മനുഷ്യനെ आज तक कोई भी इंसान ദൈവം അടക്കിയിട്ടില്ല. परमेश्वर ने नहीं उठो। दफनाया।
ഒറ്റ ഒരു മനുഷ്യനെ एक ही इंसान को, എന്തൊരു ഫ്യൂണറലാന്നറിയാമോ? क्या फ्यूनरल था उसका, ദൈവം അടക്കിയെന്ന്. परमेश्वर ने നീ दफनाया। മരുഭൂമിക്ക് വളമാകേണ്ടവൻ അല്ലടാ മോശ. आमेन आमेन। तुम्हारे भूमि में खाद बनने वाला व्यक्ति नहीं है, നിന്റെ ഫുൾ സ്റ്റോപ്പിന്റെ മുകളിൽ तेरे विराम चिन्ह के ऊपर സ്വർഗം ഒരു വര വരയ്ക്കാൻ പോകും. परमेश्वर से बदलने जा നീ रहा है। എക്സ്ക്ലമേഷൻ മാർക്കായി മാറാൻ. वो एक एक्सक्लेमेशन मार्क बदलने जा रहा है। വിശ്വാസമുണ്ടോ? क्या विश्वास है? ഞാൻ ഒരു എക്സ്ക്ലമേഷൻ മാർക്കാകാൻ तो പോകും. बोलो मैं एक एक्सक्लेमेशन मार्क बनने जा रहा हूँ। ലോകം എന്നെ കണ്ട് അത്ഭുതപ്പെടാൻ പോകുകയാണ്. दुनिया मुझे देखकर വിശ്വാസത്താൽ चकित होने जा रही है। വിശ്വാസത്താൽ പ്രാപിച്ചട്ടെ. വിശ്വാസത്താൽ കരങ്ങളെ ശക്തമായി അടിച്ച് ഹല്ലേലൂയ ബച്ചാക്കർ പാടി ആരാധിക്കാൻ പോകുകയാണ്. 2-3 ലൈൻ പാടി ആരാധിക്കാൻ പോകുകയാണ്. करने जा रहे हैं। ഓ ശഖനാ शदुना हाथ न छोड़ेगा, यीशु मेरा हाथ न छोड़ेगा। बड़ी आंधी आने से, बड़ा तूफान आने से, यीशु मेरा हाथ न छोड़ेगा। ഓ ബड़ी आंधी, बड़ी आंधी आने से, बड़ा तूफान आने से, यीशु मेरा हाथ न छोड़ेगा। बड़ी आंधी आने से, बड़ा तूफान आने से, यीशु मेरा हाथ न छोड़ेगा। मैं भी उसका यीशु मेरा हाथ न छोड़ेगा, यीशु मेरा हाथ न छोड़ेगा। बड़ी आंधी आने से, बड़ा तूफान आने से, यीशु मेरा हाथ न छोड़ेगा। बड़ी आंधी आने से, बड़ा तूफान आने से, यीशु मेरा हाथ न छोड़ेगा। मैं भी उसका हाथ न छोड़ूंगा, मैं भी उसका हाथ न छोड़ूंगा, मैं भी उसका हाथ न छोड़ूंगा, मैं भी उसका मैं भी उसका हाथ न छोड़ूंगा। आंधी आने से, बड़ा तूफान आने से, मैं भी उसका हाथ न छोड़ूंगा। बड़ी आंधी आने से, बड़ा तूफान आने से, मैं भी उसका हाथ न छोड़ूंगा। हाथों को कपड़े उठा के करेंगे व्यक्ति, तो हर व्यक्ति के हाथों का थाम लीजिए, अपना जी पकड़ लीजिए. हमें चलने की शक्ति नहीं है, क्षमता नहीं है. കർത്താവേ, ഞങ്ങൾക്ക് നടക്കുള്ള ശക്തി തരണം ആരാകണമേ, हमें കൃപ अगुवाई തരും. कर प्रभु जी. നമ്മെ നീ अपने നടത്തുമാറാകണമേ. जीवन को पूर्ण तौर से आपका हाथ में समर्पित. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. जो जुना स्वभाव का जिंदगी के जूताओं को हमें खोलना है, आज खोलने दीजिए. പഴയ സ്വഭാവങ്ങളുടെ ചെരുപ്പുകളെ അപ്പൊ അഴിക്കേണ്ടതെല്ലാം ഇന്ന് പകൽക്കാലം अपने आप को അഴിക്കുമാറാകണമേ. शुद्ध എന്നെ തന്നെ ശുദ്ധീകരിക്കണം. आपके संग चलने के लिए നിന്നോടൊപ്പം നടക്കുവാൻ मिस्री की ओर, മിസ്രൈമിലേക്ക്, फरोह की ओर. ഫിറവോന്റെ മുമ്പിൽ ओ प्रभु, आपका प्रजा को छुड़ाने के लिए നിന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് अकेला नहीं प्रभु जी, ഒറ്റയ്ക്കല്ല കർത്താവേ, आपको पीछा करके आने നിന്നെ के लिए പിൻഗമിച്ചുകൊണ്ട് നടക്കുക हमें मदद कर दीजिए. നമ്മെ वैसे സഹായിക്കുമാറാകണമേ. अब किया बोल के धन्यवाद. അങ്ങനെ ചെയ്തതിനായി നന്ദി. यीशु का नाम है. യേശുവിൻ നാമത്തിൽ प्रभु का തന്നെ प्रजा का हो आमेन ദൈവമേ आमेन.